യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ വീണ്ടും എല്ലാവരും ഫേസ്ബുക്ക് ഫാമിലി, ഹെവൻലി ഫീസ്റ്റ് ഫാമിലി എല്ലാവരും നമുക്കൊന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് കരുണ ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ എല്ലാ ഓർമ്മയ്ക്ക് നമ്മളിപ്പോൾ 3 സെഷൻസാണ് ചെയ്യുന്നത്. രാവിലെ 8:30 മുതൽ 9:30 വരെ റോനക്കിൻ്റെ സെഷനുണ്ട്. ഇറ്റ് വാസ് ട്രൂലി അമേസിങ്. ഇന്ന് രാവിലെ ഐ വാസ് സ്ലീപ്പിംഗ് ബട്ട് the presence was so powerful. I woke up. ഞാൻ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്ന കാര്യത്തിന് ദൈവ സാന്നിധ്യം നമുക്കറിയാം ബിക്കംസ് ടാഞ്ചിബിൾ. ഞാൻ എഴുന്നേറ്റപ്പം പെട്ടെന്ന് ലൈവ് അനി ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ഡിസ്റ്റൻസിലായിരുന്നു. ബട്ട് ദ പ്രസൻസ് വാസ് വെരി തിക്. സോ 8:30 to 9:30 റോനക്കിൻ്റെ ലൈവ് ഉണ്ട്. 11 o'clock നാളെ മുതൽ റെജി ബ്രദർ, നമ്മുടെ ഗവർണൻസ് സംഘവും നമ്മുടെ കോഴഞ്ചേരിയിലെ റെജി ബ്രദർ ഇന്ന് തോമസ് ബ്രദറിനോട് പറഞ്ഞു, നമ്മുടെ ഈ ലൈവ് ഫേസ്ബുക്ക് ലൈവ് കാണുന്നത് ഒരു 30% ആൾക്കാർക്കേ കാണാൻ പറ്റുന്നു. സോ ലെറ്റ് us go into the TV. സോ നാളെ മുതൽ ഹാർവെസ്റ്റ് TVയിൽ ഹാർവെസ്റ്റ് കേരളയിൽ നമ്മുടെ 11 മണിയുടെ സെഷൻ, 11 മുതൽ സെഷൻ വിൽ ബി ഓൺ ഹാർവെസ്റ്റ്. സോ ഹാർവെസ്റ്റ് കേരള, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇത് കഴിയുമ്പോൾ, ഫേസ്ബുക്ക് ലൈവ് കഴിയുമ്പോൾ, സോ കേരളത്തിൽ എല്ലായിടത്തും ഇനിയും രാവിലത്തെ സെഷൻ 11 മുതൽ 1 മണി വരെയുള്ള സെഷൻ ഹാർവെസ്റ്റ് കേരള എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ഉത്സവ് പോലെ തന്നെ, ഏഷ്യാനെറ്റ് ഉത്സവ് പോലെ തന്നെ യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ദാറ്റ്. വി ക്യാൻ ഗോ സാറ്റലൈറ്റ് എവറി ഡേ, ബട്ട് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഒത്തിരി വലിയ സാമ്പത്തികമായ ബാധ്യത വരും. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നില്ല. എങ്കിലും നമ്മുടെ റെജി ബ്രദർ, കോഴഞ്ചേരിയിലെ സഹോദരന്മാർ അവരെല്ലാം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ വി ആർ ഗോയിങ്. 3 നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് എൻ്റെ ഇതേ ഫേസ്ബുക്ക് ലൈവിൽ ഹിന്ദിയുണ്ട്. സോ നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ പരിചയമുള്ളിടത്ത് ഹിന്ദി അറിയാവുന്ന, ഇന്ത്യയുടെ പല ഭാഗത്ത് നിങ്ങൾക്ക് പരിചയക്കാർ കാണും, അവരെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എല്ലാം വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്, നമ്മുടെ 11 മുതൽ 1 മണി തീർന്ന ഉടനെ തന്നെ ഞാൻ ഹിന്ദി ലൈവിലോട്ട് കയറും. സോ ഇറ്റ് ഈസ് ഗ്ലോറിയസ് ടൈം ആൻഡ് വി ആർ എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇറ്റ്സ് ഇൻ മൈ ഹാർട്ട്, ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അനിയോട് സംസാരിക്കുകയായിരുന്നു. ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഡിസംബർ 31 ദൈവം താക്കോലുകൾ ഏൽപ്പിക്കും എന്ന് പറയുമ്പോൾ ചിലരുടെ ധാരണ സേഫിൻ്റെ താക്കോലല്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ. ഇറ്റ് ഈസ് ഒരു ഐ ഹാവ് റെഡ്, ബിലീവ് മീ, ഐ ഹാവ് റെഡ് ദ ബുക്ക് ഓഫ് റോമൻസ് മെനി ടൈംസ്. വായിച്ചു പോകും. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഒരു പാസ്റ്ററിൻ്റെ അടുക്കൽ പഠിക്കണം എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, റോമർക്ക് എഴുതിയ ലേഖനം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ പഠിപ്പിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കാൻ പറയരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ബുക്സ്. ബട്ട് ടുഡേ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 7-ാം അധ്യായത്തിൽ നിന്നാണ്. ദ വേ ഇറ്റ് വാസ് ഓപ്പണിംഗ് അപ്പ്, ഐ വിൽ ടെൽ യു. ഞാൻ ഉച്ചയ്ക്കത്തെ ഉറക്കം ഒന്ന് കിടക്കുമ്പോഴൊക്കെ സംതിങ് ഇൻസൈഡ് വാസ് ഹാപ്പനിങ് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് വർക്ക്. 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്നലെ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുണ്ടായിരുന്നതിനകത്ത് ഒന്ന്, സിനിമ കാണുന്നതിനകത്ത് തെറ്റുണ്ടോ? അതുകൊണ്ട് സിനിമ കാണുന്നതിനകത്തല്ല തെറ്റ്, അതുകൊണ്ട് നാളെ മുതൽ തിയേറ്ററിനകത്ത് എല്ലാവരോടും അങ്ങ് പോയിക്കോണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നോക്ക്, ഒരു 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 സംഭവം ഞാൻ പറയാം. ഞാൻ ആംസ്റ്റർഡാമിലായിരുന്നു. ചിലർ പച്ചകുത്തുന്നത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ശരിയാണോ, അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ
നമ്മൾ ആംസ്റ്റർഡാമിൽ 2004 ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഐ എം എ വർഷിപ്പർ. ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഭയങ്കരമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർ ആരാധിക്കുന്നവരാണ്. അവർക്ക് ദേ കനോട്ട് ഡു എനിത്തിങ് എക്സെപ്റ്റ് വർഷിപ്പ് ഹിം. സോ ഞാൻ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പം ആംസ്റ്റർഡാമിൽ ഈ സ്ട്രീറ്റ് ബോയ്സ് ഉണ്ട്. സ്ട്രീറ്റ് ബോയ്സ് എന്ന് പറയുന്നത് അവർ ജോലിയില്ലാതെ നടക്കുന്നവരല്ല, നല്ല വീട്ടിലെ പിള്ളേരാണ്. പക്ഷേ അവർ കൂട്ടം കൂടി ഈ ടേപ്പ് റെക്കോർഡറിനകത്ത് പാട്ട് വെച്ച് റോഡിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയും ബ്രേക്ക് ഡാൻസ് ചെയ്യുകയും അങ്ങനെ ദേ ആർ എൻജോയിങ്. പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല, ദേ ആർ എൻജോയിങ് ദെംസെൽസ്. ഞാൻ ഈ പാട്ട് വർഷിപ്പ് തുടങ്ങിയ സമയത്ത് ഈ പിള്ളേർ ഈ പാട്ട് കേട്ടത് കൊണ്ട് വന്നതല്ല, പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അകത്ത് വന്നു. അവരും പുറകെ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആ ഡാൻസ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, കൊള്ളാം, ബെസ്റ്റ് ഡാൻസാണ്. ഞാൻ ഇവരാരാന്ന് അറിയത്തില്ല. അവരുടെ മുടി ചുമല പച്ച, ഇവിടെ കടുക്കൻ, മൂക്കിനകത്ത് ഇവിടെ കടുക്കൻ, ഇവിടെ സാധനം കുത്തിവെച്ചിരിക്കുന്നു. പല സൈസ് സാധനങ്ങൾ കുത്തിവെച്ച് അവരവിടെ ഡാൻസും ബഹളമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചർച്ച് മെസ്സേജ് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം പറയുവാൻ തുടങ്ങി. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, മാനസാന്തരം പ്രസംഗിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇത് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഐ റിസീവ് സോ മെനി ഈ ദിവസങ്ങളിൽ ഇമെയിലുകൾ, മെസ്സേജുകൾ, SMS അതിനകത്ത് മുഴുവൻ ആൾക്കാർ അവരുടെ വഴികളെ വിടാൻ തയ്യാറാകുന്ന ഒരു അനുഭവം. അതാ മാനസാന്തരം. നമ്മളല്ല പാപത്തെ ബോധം വരുത്തുന്നത്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങൾ ഫലം കായ്ക്കും. യേശുവിൻ്റെ വരുന്നതിൻ്റെ മുമ്പേ യോഹന്നാൻ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മാനസാന്തരത്തിൻ്റെ ഫലം കായ്പീൻ. അവർ വേണമായിരുന്നു കായ്ക്കാൻ. എന്നാൽ യേശു വന്നപ്പം പറയാം, എന്നിൽ വസിപ്പീൻ, നിങ്ങൾ ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നിലനിൽക്കും. അപ്പം സ്ട്രെയിൻ ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ സാക്ഷികളാകുവീൻ എന്ന് യേശു പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഫ്രം ഇൻസൈഡ്. ഇന്ന് ഞാനത് വചനത്തിലൂടെ പ്രൂവ് ചെയ്യാം. സോ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഓൾട്ടർ കോൾ കൊടുത്തു. അന്നത്തെ മെസ്സേജ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 23 കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം സ്നാന ശുശ്രൂഷ. സോ അവർ സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നാളെ കഴിഞ്ഞ് കർത്താവിനോട് ചേരുവാൻ ആയിട്ടൊരു അവസരമുണ്ട്, ഇതിന് നിങ്ങൾ തയ്യാറുള്ളവർ വരാം എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൈപൊക്കി. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വരുന്നത് കൊള്ളാം, പക്ഷേ ഈ ഡോണ്ട് തിങ്ക് ഞാനൊരു പഴഞ്ചൻ ഇന്ത്യനാണെന്ന് വിചാരിക്കരുത്. ഞാൻ വളരെയധികം പുരോഗതി ചിന്താഗതിക്കാരനാണ്. പക്ഷെ നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഊരിയേച്ചും നല്ലപോലെ മുടിയൊക്കെ വെട്ടിയേച്ച് വരണം. അത് കേട്ടപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ പാസ്റ്റർ ഗ്രേഷ്യ എന്ന പേര്, അവരെന്നെ വന്ന് പിടിച്ചിട്ട് എൻ്റെ ചെവി പറഞ്ഞു, ഇവർ കയറി വന്നത് തന്നെ ബുദ്ധിമുട്ടിയാണ്, അതുകൊണ്ട് ഇതൊന്നും പറയണ്ട, ഇവരെ കയറട്ടെ. അവിടെ എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അതായത് ചിലരെയും കൂടെ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ ഇതിനെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ. സുവിശേഷം രക്ഷയുടെ ദൈവശക്തിയാണ്. ഞാനല്ല രക്ഷിക്കുന്നത്, യേശുവെ രക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു അവരോട്, ഇത് ഒരു പ്രമാണമായിട്ട് ഞാൻ പറയുകയല്ല, മറിച്ച് നിങ്ങൾ തന്നെ വിചാരിക്കും, യേശു ഇന്ന് ഭൂമിയിൽ നടക്കുവാണെങ്കിൽ ഇതുപോലെ നടക്കുവോ ഇല്ലയോ? യേശു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നിങ്ങൾക്കും നടക്കാം. യേശു അങ്ങനെ നടക്കത്തില്ലെങ്കിൽ
നിങ്ങൾ നടക്കരുത്. നമ്മൾ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിനെ അനുകരിക്കുന്നവരാണ്. ഇത് ഞാൻ പറഞ്ഞു തീർന്നില്ല. പിള്ളേർ മുഴുവൻ ഈ 23 പിള്ളേരും അവർ മുഴുവൻ സാധനം ഊരി സ്റ്റേജിലോട്ട് വലിച്ചെറിഞ്ഞു. വി വോണ്ട് ടു ഫോളോ ജീസസ്. നോ, ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്ട്രീം എടുക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു സിനിമ കണ്ടുകൊണ്ട് എൻ്റെ വിശ്വാസം പോകത്തില്ല, എൻ്റെ വിശുദ്ധിയൊന്നും പോകാൻ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം 24 മണിക്കൂർ സിനിമാ ശാലയിൽ കയറി ഇറങ്ങാനായിട്ടല്ല. എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, ഐ ക്യാരി മൈ സെൽഫ് സോ ദാറ്റ് ദ നെയിം ഓഫ് ജീസസ് വിൽ ബി റെസ്പെക്റ്റഡ്. യേശുവിൻ്റെ പേര് കളയത്തില്ല. ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കുടുങ്ങത്തില്ല. അപ്പം നിങ്ങളോട് തന്നെ ചോദിക്കണം, യേശു ഇങ്ങനെ നടക്കുവോ ഇല്ലയോ? സോ ഇറ്റ് ഈസ് യു ഹു ഹാവ് ടു ഡിസൈഡ്. യേശു ഒരിക്കലും പറയത്തില്ല ഇത് ചെയ്യരുത്, ചെയ്താൽ ഞാൻ നിന്നെ അല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളോട് പറയും. ഞാൻ SP ട്രെയിനിങ്ങിൽ പറയും, നമ്മുടെ ബ്രിവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ സ്ക്വാഷിൻ്റെ കുപ്പി പൊതിഞ്ഞ് നിന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കരുത്. അതിൻ്റെ കാരണം എന്താ? ബസ്സിൽ പോകുന്നവന് വിചാരിക്കും ബ്രിവറേജസ് കോർപ്പറേഷൻ എന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് സാധനം വീട്ടിൽ കൊണ്ടുപോവുക, ഇടർച്ച വരുത്തും. അപ്പം നമ്മൾ നിൽക്കേണ്ടിടത്ത് നിൽക്കണം, നിൽക്കേണ്ടിടത്ത് നിൽക്കരുത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വേറൊരു എക്സ്ട്രീമാണ്. നമ്മുടെ അനേക കലാകാരന്മാരുണ്ട്. നമ്മുടെ ചർച്ചിൽ തന്നെ അനൂപ് ഈസ് എ വെരി ഗുഡ് മിമിക് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക്കിൽ, സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സ്റ്റീവൻ ദേവസ്യ നല്ല ഒരു പാസ്റ്ററിൻ്റെ മകനാണ്, നല്ലൊരു വിശ്വാസിയാണ്. ആൻഡ് ഹീസ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് ടു മീ. ഇവരെയൊക്കെ നമ്മളങ്ങ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. ഇവർ ലോകത്തിലെ ആൾക്കാരാണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് ലോകത്തോടല്ല, പാപത്തോടാണ്. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ നമ്പർ 1 ആയിട്ട് വന്ന ജോബി, ഇവരെല്ലാം കലാകാരന്മാരാണ് അല്ലേ? അപ്പം ഒരാൾ അവരുടെ കല അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത ടാലൻറ്റ്, ഒരാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, ഉദാഹരണം ഞാൻ പറയാം, ജോണി ലെവർ, ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഹാസ്യ ഇതുപോലെ ചിരിപ്പിക്കുന്ന ഒരാൾ. ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ, ജോണി ലെവർ. ആ ജോണി ലെവർ ഹീസ് എ പാസ്റ്റർ. അതുകൊണ്ട് ഗുണം എന്നാ? നിങ്ങൾ ഷാറുഖ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കാണും. ഷാറുഖ് ഖാൻ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് വിഷമം വരുമ്പം, ഉറക്കം വരാതിരിക്കുമ്പം ഞാൻ ജോണി ലെവറിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. അവിടെ ഒരു വെളിച്ചമായി നിൽക്കുക. സഭയുടെ ഒരു ദോഷം ഞാൻ പറയാം, 2 എക്സ്ട്രീമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്ത് തോന്നിവാസവും ചെയ്തു കുഴപ്പമില്ല. ഇപ്പുറത്ത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങാണ്ട് സ്വർഗത്തിൽ നിന്ന് പൊട്ടി ഇറങ്ങി വന്ന പോലെ. അങ്ങനെയല്ല. ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നിൽക്കുന്നവന് ഇതൊന്നും, തനിക്ക് എവിടെയാണോ യേശുവിൻ്റെ വെളിച്ചം കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്യും. ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ ഫേസ്ബുക്ക് ലൈവിൽ പറയാം. സഭയെന്ന് പറയുന്നത് എക്ലീസിയ എന്നാണ് അതിൻ്റെ പേര്. എക്ലീസിയ എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരോടും പറയാറുണ്ടല്ലോ, അവിടെ നമ്മൾ സിനിമ ഇൻഡസ്ട്രി അത് മുഴുവൻ ഇരുട്ടാണ്. രാഷ്ട്രീയം, പൊളിറ്റീഷ്യൻസ് മുഴുവൻ ഇരുട്ടും കറപ്ഷനുമാണ്. ശരി, അവർ മുഴുവൻ ഇരുട്ടും കുഴപ്പമല്ലേ? നിങ്ങൾ എന്നാ എടുക്കുന്നേ? വെളിച്ചം മുഴുവൻ വന്ന്, ഞാൻ സിസ്റ്റർ ആനി, ഒരു വുമൻ ആക്ടിവിസ്റ്റ്, അഡ്വക്കേറ്റ് ആനി സിസ്റ്റർ, യു ഷുഡ് ഗോ ടു പീപ്പിൾ. സഹോദരി വിശ്വാസിയായെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആ വോയിസ് അവിടെ നിന്ന് മാറരുത്, അവിടെ നിൽക്കണം. ലോകം കാണണം. ഞാൻ പറയട്ടെ, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ എക്ലീസിയ പണിയും. എക്ലീസിയ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും വെളിച്ചവും ഉപ്പായിട്ട് നിൽക്കാനാ. ആണോ അല്ലയോ? വെളിച്ചം എന്ന് പറഞ്ഞാൽ എവിടെയാണ് വേണ്ടിയത്? ഇരുട്ടില്ല വെളിച്ചം വേണ്ടിയത്. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തും, രാഷ്ട്രീയത്തിലുള്ളവർ
രാഷ്ട്രീയം വിട്ട് വിശ്വാസിയായോ, രാഷ്ട്രീയം എല്ലാം വിട്ടു, എല്ലാം തീർന്നു പോന്നു. നോ, എവിടെയാണോ രക്ഷിച്ചത്? അനൂപ് എന്നോട് ഇന്ന് പറയായിരുന്നു, അനൂപ് നമ്മുടെ സഭയെ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, തനിക്ക് വലിയൊരു അത്ഭുത സൗഖ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കർത്താവിൻ്റെ അടുക്ക്. താൻ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിക്കണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, അവിടെ തന്നെ നിൽക്കണം. അത് തൻ്റെ ഐ ഓപ്പണറാണ്. കാരണം ഇവർ വേണ്ടേ അവിടെ വെളിച്ചം കാണിക്കാൻ, നമ്മൾ വേണ്ടേ വെളിച്ചം കാണിക്കാൻ? നമ്മൾ എല്ലാവരും ഓടുക, രാഷ്ട്രീയത്തിലുള്ളവർ, അതിനുള്ള കഴിവ്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസി, രക്ഷിക്കപ്പെട്ട് ദൈവ പൈതൽ ജനങ്ങളെ സേവിക്കുന്നത് പോലെ വേറെ ആർക്കും സേവിക്കാൻ പറ്റത്തില്ല. കാര്യം നിസ്വാർത്ഥമായി യേശുവിൻ്റെ സ്നേഹത്തിലായിരിക്കും താൻ ശുശ്രൂഷിക്കുന്നത്, ജനങ്ങളെ സേവിക്കുന്നു, ജനങ്ങളെ ശുശ്രൂഷിക്കുന്നു. ഇത് രക്ഷിക്കപ്പെട്ട ഉടനെ പിന്നെ രാഷ്ട്രീയം നിർത്തി. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? ജനസേവനമല്ലേ? നമ്മുടെ രാഷ്ട്രീയക്കാരുമായിട്ട് ചില രാഷ്ട്രീയത്തിൽ മന്ത്രിമാരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുപ്പ ബന്ധമുണ്ട്. അവരുടെ പ്രൈവറ്റ് ലൈഫ് ഇല്ല അവർക്ക്. അവർ ഈ ഓട്ടോ ഓടുന്ന കാണണം, ഒരു പ്രൈവസി ഇല്ല. അതിനകത്തൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് നമുക്കൊന്നില്ലെങ്കിലും ഒന്നിച്ച് വീട്ടിലിരിക്കാം. ഇത് ഓരോ വിഷയത്തിനും ഒരു കാര്യം കുഴപ്പമായ മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ, ഇവരുടെ തലയിൽ. അതെന്ന് പറഞ്ഞാൽ ഇവരാ കുഴപ്പക്കാരല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഭരിക്കുന്ന സർക്കാരുകൾക്ക് നമ്മൾ അധീനരായിരിക്കണം, നമുക്ക് സഹായിക്കാൻ പറ്റുന്ന. ഇന്നലെ ഞാൻ കർഷകരുടെ കാര്യം പറഞ്ഞു, പൈനാപ്പിൾ കർഷകരുടെ കാര്യം പറഞ്ഞു. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ, നിങ്ങളോട് നന്ദി പറയാം. വരുന്ന മുഴുവൻ പൈനാപ്പിളുകളും വാങ്ങിച്ചുകൊണ്ട് ആൾക്കാർ പോകുക. ഒരു ലോഡ് വന്നു, അടുത്ത ലോഡ് ഇന്നല്ലേ നാളെ എത്തും. ഇറ്റ് വാസ് എക്സലന്റ്. ഞാൻ വാസ്തവത്തിൽ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് കാണുന്നവരും ആ കർഷകരെ സഹായിച്ച ഓരോരുത്തർക്കും നന്ദി പറയുക. ഇന്ന് പാല് സംഭരണം നടക്കത്തില്ല. ഞാനൊരു കൃഷിക്കാരനാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. എന്നായിരുന്നു 2004 2005 2006 സംസ്ഥാന സർക്കാരിൽ നിന്നും സമ്മിശ്ര കർഷകന്റെ അവാർഡ് കിട്ടിയ ആളാണ്. ഏറ്റവും നല്ല കർഷകൻ, എല്ലാം പാല്, ആട്, കോഴി എല്ലാത്തിൻ്റെ അവാർഡ് കിട്ടിയ ആൾ. ഒരു പാല് ഉൽപ്പാദിപ്പിച്ചിട്ട് വിൽക്കാൻ മേലാതെ ആകുക എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കിക്കേ. ഇന്ന് ആ TV-യിൽ ന്യൂസ്, മല്ലിക സിസ്റ്റർ എന്നെ പറഞ്ഞത്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, വി ഹാവ് ലിമിറ്റേഷൻസ് അല്ലേ. പക്ഷേ ആ പാല് ഒഴിക്കുന്ന കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. കാര്യം ഒരു കർഷകൻ അത്രയും ലിറ്റർ പാല് ഉണ്ടാക്കാൻ എന്നാ പറയേണ്ടി, അതിനു വേണ്ടിയ സമയം, അതിനു വേണ്ടിയ എഫേർട്ട്. ഞാൻ തന്നെ പുല്ല് വെട്ടാൻ പോയിട്ടുണ്ട്, പുല്ല് ചുമന്ന് ഈ പശുക്കൾക്ക്. ഞാൻ പറയുന്നത് വിദൂരിത വർഷങ്ങളുടെ കാര്യമല്ല. ഇന്നും എനിക്ക് സമയമുണ്ടെങ്കിൽ ഐ ലവ് ടു ബി ഡൂയിങ് അഗ്രികൾച്ചർ. പക്ഷേ കേരള സർക്കാർ അതിനകത്ത് ഇടപെട്ടു. പക്ഷെ സർക്കാർ ഇടപെടുമ്പോൾ തന്നെ എന്തിനൊക്കെ സർക്കാർ ഇപ്പം ഏറ്റവും വലിയൊരു യുദ്ധത്തിൽ നിൽക്കുക, കൊറോണ വൈറസിനെ. അതിൻ്റെ കൂടെ ഇതിന് ജനങ്ങൾ ഇറങ്ങി വന്ന് കൂടുതൽ പാല് വാങ്ങിക്കുകയും അവരെ യു ഷുഡ് എന്നാ പറയേണ്ടത്, കർഷകരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങോട്ട് ചെന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ചിലപ്പോഴൊക്കെ ഈ ബന്ധമൊക്കെ വരുമ്പം ഞങ്ങളൊക്കെ അങ്ങ് വല്ലാതായി കളയും. കാര്യം എന്നാ, 1000 ലിറ്റർ പാൽ, 600 ലിറ്റർ പാലൊക്കെ ഇരിക്കുക എന്നാ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്കൊരു ഗുണമുണ്ടായിരുന്നു, ഞങ്ങൾ അന്ന് വൈകുന്നേരം സഭയിലുള്ള എല്ലാവരുടെയും വീട്ടുകളിൽ 5-10 ലിറ്റർ വെച്ച് കൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം ബാക്കി സൊസൈറ്റിക്ക് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വേണം ചെയ്യാൻ. നമ്മൾ കർഷകരെ ഹെൽപ്പ് ചെയ്യണം. ആ ക്ഷീര കർഷകർക്ക് വേണ്ടി ഞാൻ ഇത് കണ്ടപ്പോൾ വലിയൊരു വിഷമമുണ്ടായി. അവരുടെ ഉൽപ്പാദനം, പശു എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ച പാല് വേസ്റ്റ് ആക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത്, കലാകാരൻ, ഒരു ആർട്ടിസ്റ്റ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പല കലാകാരന്മാർക്കും രക്ഷിക്കപ്പെടാനുള്ള ഭയം, പിന്നെ അവർ ഒരു മുഖം മൂടി വെച്ച് വേണം നടക്കാൻ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയം കളിച്ച് നടക്കണം. ഇനി പഴയ പോലെ ഒന്നുമല്ല. മിമിക്രാസ്ട്രീസ്, യു ആർ എൻ്റർടൈനേഴ്സ്. അനൂപ് പോലത്തെ ആർട്ടിസ്റ്റുകൾ, ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ഏതൊക്കെ ഇൻഡസ്ട്രി ഉണ്ട് അവിടെ മുഴുവൻ വിശ്വാസികൾക്കായിരുന്നു. രാഷ്ട്രീയത്തിൽ വിശ്വാസികൾ, യൗവനക്കാരോട് ഞാൻ പറയാം,
നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല, ജനസേവനത്തിന് വേണ്ടി നിസ്വാർത്ഥമായി ഇറങ്ങണം. എനിക്കറിയാവുന്ന, എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന വയലാർ രവി പറയുമായിരുന്നു, അന്ന് ഒരു ജനസേവനം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് എങ്ങനെയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള ആ ഏജ് ഗ്രൂപ്പിൽ ഇറങ്ങിയവർ എല്ലാവരും ഉണ്ട്. ത്യാഗം സഹിക്കാനും ബാക്കി എല്ലാത്തിനും വിശ്വാസികളാണ് ബെസ്റ്റ്. ഞാനിത് പറയുമ്പം ലെറ്റ് us ബി സ്പിരിച്വൽ. ഞാൻ പറഞ്ഞത് യേശു, അപ്പം ഞാൻ ഒരു ആക്ടിവിസ്റ്റ്, ഞാൻ അഡ്വക്കേറ്റ് ആനിയോട് പറയാം, വിമൻസ് ലിബറേഷൻ, അതിന് കാര്യങ്ങൾക്ക് പോകണം. സ്ത്രീകൾക്ക് വേണ്ടി വോയിസ് ആയിട്ട് നിൽക്കുകയല്ലേ. ഉടനെ യേശുവിനെ വിശ്വസിച്ച് ഉടനെ പുറകോട്ട് ഇനി ഞാനില്ല, അവിടെ പോയി നിൽക്കണം, അവിടെ വെളിച്ചം കാണിക്കണം. ഏതൊക്കെ മേഖലകളിലാണോ സാമൂഹിക മേഖലകളിൽ, അവിടെ നിങ്ങളുടെ കഴിവുകൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും, യേശുവിനെ സഹായിക്കും. ആർട്ടിസ്റ്റുകൾ, യു ഗോ ഹെഡ്, ഡു ഇറ്റ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് ഇസ് ലോർഡ്. അവിടെയാണ് സെപ്പറേഷൻ. എവിടെയാണ് വരുന്നത്? അവരുടെ കൂടെ പൊട്ടത്തമാശനൊന്നും ഇരിക്കത്തില്ല, അവരിൽ ഒരാളാകത്തില്ല, അവരുടെ അഭിപ്രായവും എടുക്കത്തില്ല, അവരിൽ ഒരാളാകത്തില്ല. മറിച്ച് ക്രിസ്തു എങ്ങനെ നിൽക്കുവോ അങ്ങനെ ആകാം. അതുപോലെ തന്നെയാണ് എനിക്ക് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് സംശയവും എന്നാ ചെയ്യണം. കാര്യം ഐ എം അലാംഡ്. 12ാം ക്ലാസ് 11 കോളേജും അതിനൊക്കെ പഠിക്കുന്ന പിള്ളേർ സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്നു. കൂട്ടുകാരന്മാരെല്ലാം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ചർച്ചിലെ ഒരു മോളെ, അവൾ പോയിരിക്കുന്ന സ്ഥലത്ത് അവളുടെ റൂംമേറ്റ് ഉൾപ്പെടെ എല്ലാവരും ബാറിലും പാർട്ടിക്കും ക്ലബിനും എല്ലാത്തിനും പോകുമ്പോൾ അവളെ ഒറ്റപ്പെടുത്തി. ഞാൻ ശാരീരികമായി സെക്സ് ബിഫോർ മാരേജ്, ഞാൻ പറയാം, കുഞ്ഞുങ്ങളോട് പറയാം, നെവർ എവർ ഗോ ഫോർ ഇറ്റ്. അതിൻ്റെ കാര്യം റിലീജിയസിനേക്കാളും കൂടുതൽ ഞാൻ പറയാം. അനേകർ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. യു വിൽ ക്യാരി എ ബേർഡൻ വിത്ത് യു. നിങ്ങളൊരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ബാഗേജും അല്ലാതെ വേണം പോകാൻ. ഇതെല്ലാം തലയ്ക്കകത്ത് കുറ്റബോധവും, ചെയ്യുന്നത് ശരിയാണോ, ജീവിതം പാഴായിപ്പോവും. നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ചേ. യേശു കർത്താവല്ലേ, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യും. ഈ മോള് ഇതിനൊന്നും പോയില്ല. അവസാനം വന്നപ്പോൾ ടീച്ചർ വരെ ഓർത്ത്, ആ കോളേജിലെ ലെക്ചറർ വരെ പറഞ്ഞു, നീ മണ്ടിയ. കാരണം എന്താ? യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇവൾ ഇതിനൊന്നും പോകുന്നില്ല, നീ ഈ ക്ലബിലും ഒക്കെ പോകാത്തതുകൊണ്ട് നീ മണ്ടിയ. അവൾ എന്നെ വിളിച്ച് വളരെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യുന്നത് തങ്കുവങ്കളെ, ഞാൻ ഒറ്റപ്പെടുക. ഞാൻ പറഞ്ഞു, ഒറ്റപ്പെടും. ഇതാ യേശുവിൻ്റെ കഷ്ടത എന്ന് പറയുന്നത്. അതാ യേശുവിൻ്റെ കഷ്ടത. ഈ വിശ്വാസത്തിന് വില കൊടുക്കുക എന്ന് പറയുന്നത് അതാ. അവരുടെ ഭാഷ സംസാരിക്കത്തില്ല, അവരുടെ പോലെ തരം താഴ്ത്തില്ല. ദൈവരാജ്യത്തിൻ്റെ നിലവാരത്തിൽ വേണം എല്ലായിടത്തും നിൽക്കാൻ. അവിടെ ഈ മോള് പ്രാർത്ഥിച്ചു, മുറിയിരുന്നു, മണ്ടീന്ന് കേട്ടു. ആ വർഷത്തിൻ്റെ റിസൾട്ട് വന്നപ്പം ഇവള് മാത്രമേ പാസ്സായുള്ളൂ, ബാക്കി മുഴുവൻ തോറ്റു. പഠിപ്പിച്ച ടീച്ചർ വരെ പറഞ്ഞു, നീയാണ് വാസ്തവത്തിൽ ബുദ്ധിമാൻ. ഞാൻ വളരെ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളോട് പറയാം, വേണ്ടാത്ത അശ്ലീല പടങ്ങളും അശ്ലീല ചിത്രങ്ങളും ഇതെല്ലാം കാണിച്ച് നമ്മളെ ഇതിനകത്തോട്ട് ഒരു വലയത്തിൽ. കാര്യം എന്താ? നിങ്ങൾ നാളത്തെ വെളിച്ചങ്ങളാണ്. ഡ്രഗ്സിനകത്തും എല്ലാം കുഞ്ഞുങ്ങളെ ഇടുക. കാര്യം ഇന്ത്യയുടെ ഭാവിയാണ് നിങ്ങൾ, യേശുവിൻ്റെ ഭാവിയാണ് നിങ്ങൾ. അവിടെ ഒരു കഷ്ടപ്പാടുണ്ട്, അവിടെ വേർപാട്. അവർ പറയുന്നത് ഞാൻ ചെയ്യത്തില്ല. നോ, ഞാൻ യേശുവിൻ്റെ വകയാണെന്നേ. നിങ്ങൾ കളിയാക്കിക്കൊന്നേ. റോനക്കിനെ 2008 റോനക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ ആൾദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവിടെ അനുഭവിച്ച പീഡ ചെറുതല്ല. പക്ഷേ അവിടെ ആരൊക്കെയാണോ തന്നെ അങ്ങനെ കളിയാക്കുകയും തല്ലുവാൻ ഓങ്ങിയതൊക്കെ, അവർ മുഴുവൻ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയേണ്ടി വന്നു. അതാ സാക്ഷ്യം. സോ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഞാൻ ഈ പറയുമ്പം സിനിമ കാണുന്നത് തെറ്റല്ല, അതിൻ്റെ എക്സ്ട്രീം എടുക്കരുത്. ഉടനെ നാളെ മുതൽ തിയേറ്ററിൽ ക്യൂ നിന്നുകൊണ്ട് പോയി കാണുന്നില്ല. വൺസ് ഇൻ എ വൈൽ കാണുന്നത്, അതൊരു കുറ്റബോധം കൊണ്ടുവരുത്. നാം ചോദിക്കുമോ ഞാൻ തെറ്റിപ്പോയി. അല്ല, നമ്മൾ ആകേണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവിത കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. നമുക്ക് കുടുങ്ങുന്ന ബന്ധങ്ങളില്ലെന്ന്.
ഒന്നിനും. നമ്മൾ വിശ്വാസികൾ അല്ലേ? നമ്മുടെ ദേശം ഇവിടമല്ല. നമ്മൾ നിത്യതയിൽ നിൽക്കേണ്ടിവരാ, നിത്യതയിൽ നിൽക്കേണ്ടി വരും. അതാ നമ്മുടെ രാജ്യം. നമ്മുടെ കർത്താവ് വീണ്ടും വരും, നിശ്ചയം പിള്ളേർ. അന്ന് നമ്മളെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് പോകേണ്ടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പിടുത്തവും കാണരുത്. ആ ഗുഡ് ബൈ പറയാൻ ഒരു പിടുത്തവും കാണരുത്, ഒരു പിടുത്തവും. ആരോടും ഒരു അടുപ്പം. ഞാൻ പറയാം, എനിക്ക് എല്ലാവരെയും സ്നേഹം. ഞാൻ ഇന്ന് നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ വിളിക്കുകയായിരുന്നു, എങ്ങനെയുണ്ട് നിങ്ങളുടെ ആരോഗ്യം, എങ്ങനെയുണ്ട്? ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഡോക്ടർ അദ്വൈതായി വിളിക്കായിരുന്നു ദുബായിൽ ഹോസ്പിറ്റലിൽ. ഇന്ന് തിരിച്ച് വന്ന് വീട്ടിൽ കയറി വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് വന്ന ഉടനെ പറഞ്ഞു, അങ്കളെ ഞാൻ തിരിച്ചു പോവുക, അവരെ പേഷ്യൻസ് കൂടി ഞാൻ തിരിച്ചു ഓടുക. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്, ഹൗ ആർ യു, ഹെൽത്ത് എങ്ങനെയുണ്ട്? ഐ എം കൺസേൺ. എനിക്ക് എല്ലാവരെയും സ്നേഹമാണ്, പക്ഷെ എനിക്ക് ആരോടും അടുപ്പമില്ല. ബൈ ബൈ പറയാവുന്ന അടുപ്പേ ഉള്ളൂ എല്ലാവരോടും മാത്രമല്ല, എല്ലാത്തിനോടും. അതായിരിക്കണം മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾ. ഓർത്ത് നോക്കി, ഇന്ത്യൻ അംബാസിഡർ ലുങ്കി കൊടുത്ത് റോഡ് വഴിയൊക്കെ നടക്കുമോ? ഇല്ല. ഐ ഹാവ് ടു പ്രസൻറ്റ് മൈസെൽഫ്. സോ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, എൻ്റെ ഈ പ്രവൃത്തി, എൻ്റെ വാക്ക്, മോശമായ വാക്കുകൾ വായിന്ന് വരരുത്. നമ്മുടെ വാക്കുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തോമസ് ജോർജ് പാസ്റ്റർ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ലെസൺ അതായിരുന്നു. കുറ്റം പറയരുത്. നമ്മുടെ ചുറ്റും തന്നെയുള്ള അന്തരീക്ഷത്തെ നമ്മൾ മലിനമാക്കുക ചെയ്യുന്നു. രണ്ട്, ചിലർ ചോദിച്ചത് ലവ് മാരേജിനെ കുറിച്ചാണ്. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന നല്ലതാണ്. ഞാൻ പറയാം, സ്നേഹിക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടതാണ് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും കാണിക്കുന്നത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക. രണ്ട് ഭവനത്തിലുള്ളവർ ഏറ്റവും മെച്ചപ്പെട്ടത് തമ്മിൽ കാണിക്കുന്നു. കാര്യം എന്താ? ഈ വചനം പറയുന്നത് പ്രണയത്തിലായിരിക്കുന്നവൾ ശവമായിരിക്കുകയാണ്. അപ്പോൾ വേറെ ചിന്തിക്കാനായിട്ടൊന്നും ഇല്ല. ഇങ്ങനെ മാഡ്ലി. കഴിഞ്ഞ ദിവസം ഒരു മോള് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. ആ പ്രേമം ഇങ്ങനെ മൂത്ത് നിൽക്കുമ്പം ആണ് അയാളുടെ പഴയ കാമുകി വന്ന് ഇവളോട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, നിന്നോടാ പ്രേമം. ഉടനെ ഇവളെ ഇട്ടിച്ച് അവൻ്റെ കൂടെ പോയി. ഇവക്കിപ്പം ചാകണം, ജീവിക്കാൻ. എന്നെ വിളിച്ചിരിക്കുക പ്രാർത്ഥിക്കാൻ, അയാൾ തിരിച്ചു വരാൻ. അത് ജഡിക പ്രാർത്ഥനയാണ്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിന് എന്നെ അറിയത്തില്ലേ? നിങ്ങൾക്ക് സമയമാകുമ്പോൾ തക്ക തുണ ദൈവം തരും. ബി അറ്റ് പീസ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് തെറ്റല്ല. പക്ഷേ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, ഹൃദയം നിറഞ്ഞിരിക്കേണ്ടത് യേശുവിന് കൊടുത്ത ആ പ്രണയം. ആരെങ്കിലും നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി, ഇത് ഫുള്ളാ, യേശുവിന് വേണ്ടി ഓൾറെഡി സോൾഡ് ഔട്ടാ, ഇവിടെ ഒന്നും ചിലവാകത്തില്ല. അല്ലാതെ ഓർത്തേ, നിങ്ങളെ പെറ്റ് വളർത്തിയ അപ്പനും അമ്മയെക്കാളും അധികം സ്നേഹം വല്ലവർക്കും ഉണ്ടെന്നും ഇല്ല. തെറ്റാണ്. എങ്ങനെയാണ് വിവാഹത്തിന് വേണ്ടി ചെറുക്കനെ അല്ലെങ്കിൽ പെണ്ണിനെ അന്വേഷിക്കുന്നത്? ഒന്ന്, ഏദൻ തോട്ടം അതിൻ്റെ മോഡൽ. വിവാഹത്തെക്കുറിച്ച് യേശു പറയുമ്പം യേശു പറഞ്ഞത് ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏദൻ തോട്ടം. ഒന്ന്, ഏദൻ തോട്ടത്തിലെ ആയിരിക്കണം പെണ്ണും ചെറുക്കനും. ഒരു 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 മോളോട് ഞാൻ പറയാം, എങ്ങനെ ഒരു പുരുഷനെ തിരഞ്ഞെടുക്കണം. ഒന്ന്, ഏദൻ തോട്ടത്തിലെ തന്നെ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസിയായിരിക്കണം. വിശ്വാസി അല്ലാത്ത ഒരാളോട് പ്രേമിച്ചു, അത് കഴിയുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവരാം, ശരിയാകത്തില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, പ്രേമത്തിൽ എന്തും സമ്മതിച്ചത്. പിന്നെ എന്നാ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാവും കല്യാണം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് നിന്റെ വിശ്വാസം പോണ്ട് ഇല്ല. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. മക്കളെ ഏത് വിശ്വാസത്തിൽ വളർത്തും? ഈ പ്രണയവും ഈ റൊമാൻസും ഇതൊക്കെ കഴിയും, ഒരു 2-3 മാസം കഴിയും, അതെല്ലാം കഴിയും. പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ പല ചോദ്യങ്ങളും പല പ്രായോഗികമായ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഇതൊന്നും അവിടെ ചിലവാകത്തില്ല. പിന്നെ ആ സമയത്ത് തിരിച്ചു പോകാൻ സമയവുമില്ല. ഒന്ന്, തോട്ടത്തിലെ ആയിരിക്കണം. 2, ആരാധിക്കുന്നവനായിരിക്കണം. എല്ലാം ദിവസവും കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന, അതാ ആദാം. ആരാധിക്കുന്നവൻ, ദൈവത്തെ മുഖാമുഖം കാണുന്നവൻ, ദൈവവചനത്തിന് പ്രസക്തി കൊടുക്കുന്നവൻ. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ഗുണം, ശരിക്കും അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? 2 പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാരല്ല,
2 ക്ഷമിക്കാൻ തയ്യാറാകുന്നവർ, പ്ലസ് അപ്പനും അമ്മയും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. അപ്പനും അമ്മയും എപ്പോഴും നന്മ പറയുന്നു. ഇതൊക്കെ ഞാൻ പറയും. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോന്ന് പോകുമ്പം പറയാം. ഡൗട്ട്സ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ അരമണിക്കൂർ, ഇന്നലെ 1 മണിക്കൂർ വരെ ഡൗട്ട്സിനങ്ങ് പോയി. പക്ഷേ ദീസ് ആർ പ്രാക്ടിക്കൽ തിങ്സ്. എനിക്ക് വലിയ ഭാരമുള്ള വിഷയം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിശ്വാസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെ കണ്ടാൽ മറ്റുള്ളവർ കൊതിക്കണം ഈ യേശുവിൻ്റെ അടുക്കൽ വരാൻ. ഈ യേശുവിൻ്റെ അടുക്കൽ വരാൻ കൊതിക്കുന്നതായിരിക്കണം നമ്മൾ ജ്വലിപ്പിക്കുന്ന ദൈവ തേജസ്. ഞാൻ റോണക്കിനോട് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആൾക്കാർ ഞങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു പ്രാർത്ഥന വിഷയമുള്ളവർ. പക്ഷെ നിങ്ങളുടെ പ്രായമുള്ളവർ സാമ്പത്തികമായോ ആരോഗ്യമായോ ഒന്നും വിഷയമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങൾ യേശുവിനോട് കാണിക്കുന്ന പ്രണയം കണ്ട് മറ്റുള്ളവർക്ക് കൊതി വരണം ഈ പ്രണയത്തിലാകുവാൻ. അങ്ങനെയാണെങ്കിലുള്ള ഗുണം, നിങ്ങൾ പ്രസംഗിക്കുന്നവരല്ല, ജീവിക്കുന്നവരായിരിക്കും. നമുക്ക് ഒത്തിരി പ്രസംഗിക്കാം, പക്ഷേ നമ്മുടെ ജീവിതം, നമ്മുടെ സമാധാനം, നമ്മുടെ സ്വസ്ഥത, നമ്മുടെ സന്തോഷം, ഇതൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ 1-2 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ കപ്പലയിൽ ഒത്തിരി പേര് കുടുങ്ങി കിടക്കുന്നു. എനിക്ക് വരുന്ന പ്രയർ റിക്വസ്റ്റ് മുഴുവൻ വായിച്ചാൽ അത് തന്നെ, സാക്ഷ്യങ്ങൾ വായിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്ന മണിക്കൂറുകൾ എടുക്കും. അതുപോലെ മാനസാന്തരത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ആൻഡ് ദാറ്റ് ഗിവ്സ് ദ ഗ്രേറ്റസ്റ്റ് എൻ്റെ ജോയ് എനിക്ക് കിട്ടുന്നത്, ഒരാൾ ജീവിതം തിരുത്തുന്ന മാനസാന്തരത്തിൻ്റെ ടെസ്റ്റിമണീസ് വരുമോ. എത്രയാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇതിനേക്കാൾ ഒരു ഹയർ ലൈഫ് ഉണ്ടോ? ഞാൻ പറയാം, യേശുവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാര ജീവിതമല്ല, വെറും ആരാധനയല്ല, വെറും ഒരു സ്തോത്രം പറഞ്ഞ അന്യഭാഷ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇറ്റ് ഈസ് എ ഫുൾനെസ് ഓഫ് ജോയ്. അതിൽ വേണം നമുക്ക് നടക്കുവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും കർത്താവെ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷിച്ച് രോഗത്തിൽ അവസ്ഥയിലായിരിക്കുന്ന എത്രയോ ഡോക്ടേഴ്സുണ്ട്. അവർക്കെല്ലാം സ്പീഡി റിക്കവറി ഉണ്ടാകട്ടെ. നഴ്സുമാർ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ തന്നെ ശുശ്രൂഷയിലായി രോഗത്തിലായവരെ സൗഖ്യമാക്കണം. ഇത് കർത്താവെ ഭയപ്പെടേണ്ടതല്ല, അതിനെ ഓവർകം ചെയ്യുവാൻ കർത്താവ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാം തുറയിലുള്ളവർ ഹു ആർ ആക്റ്റീവ്ലി ഇൻ ഇറ്റ്, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ എത്രയോ ആക്റ്റീവായിട്ട് ഇതിനു വേണ്ടി നിൽക്കുന്നു. പ്രധാനമന്ത്രി, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഇതിനെ വി വിൽ സബ്ഡ്യൂ ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ തന്നെ കർത്താവെ, കപ്പലയിൽ ജോലി ചെയ്തതും കപ്പലയിൽ ഷിപ്സിൽ കുടുങ്ങിക്കിടക്കുക, ഒരു പോർട്ടും ഒരു ഷിപ്പും അടുപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അതിനകത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും യാത്ര കഴിഞ്ഞിട്ടും അവിടെ നിൽക്കേണ്ടി വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം, സ്വസ്ഥതയും കൊടുക്കണം. അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് കരയ്ക്ക് വന്ന് കുടുംബമായിട്ട് യോജിക്കാൻ അവർക്ക് വേണ്ടി മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്നും വചനം it should open our eyes that we can see what is the height, depth, width and the love of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ഇരിക്കുന്ന സ്ഥലം നല്ലപോലെ ഏസിയ, ബട്ട് ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് സോ പവർഫുൾ. ഐ എം ലിറ്ററലി സ്വെറ്റിംഗ് ആൻഡ് ഐ നോ ദാറ്റ് ടുഡേ the Lord will invade every house in the name of Jesus. കുഞ്ഞുങ്ങളോട് വീണ്ടും ഞാൻ തുടങ്ങുന്ന മുമ്പേ പറയാം, ഐ എം യുവർ ഫ്രണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം. ആൻഡ് നിങ്ങൾ ആരാന്ന് വെളിപ്പെടുത്തണ്ട. ഫേക്ക് ഇമെയിൽ ID എന്നെ അയച്ചാൽ മതി. അപ്പോൾ ആ ഭയം വേണ്ടല്ലോ.
നിങ്ങൾ തിരുവനന്തപുരംകാരാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരമല്ല ബോംബെ നിന്നാണ് ഉഗാണ്ടയിൽ നിന്നാന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ കൂടെ ഉള്ളവരുടെ മണ്ടം ബുദ്ധിയെ എടുക്കരുത്. ഐ ആം എ വെരി ഗുഡ് ഫ്രണ്ട്. നിങ്ങൾ എൻ്റെ 3 കുഞ്ഞുങ്ങളോടും ചോദിച്ചാൽ അറിയാം. ഐ ആം എ വെരി ഗുഡ് ഫ്രണ്ട്. അവരുടെ ഏറ്റവും കളിക്കൂട്ടുകാരനാണ് ഞാൻ. എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും എൻ്റെ അടുക്ക് വന്ന് അവരുടെ ഏത് പരാജയവും പറയാം. പക്ഷെ അവർക്കൊരു ഉറപ്പുണ്ട്, ഞാൻ അവരുടെ കൂടെ ഉണ്ട്. റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി സ്തോത്രം. സോ ഇന്നലെ വി ലെഫ്റ്റ് അറ്റ് ദ ബുക്ക് ഓഫ് റോമൻസ്, അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം. ഇതെങ്ങോട്ടായി പോകുന്നത്? വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ ഇന്നർ ചേംബർ. യേശു ക്രിസ്തുവിൽ ഇന്നർ ചേംബറിലേക്ക്. ആ ഇന്നർ ചേംബർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് മിസ്റ്ററി. ഇറ്റ് ഈസ് എ പ്ലേസ്, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് ഒരു വാക്കോട് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഗുപ്തനിധികൾ കർത്താവ് നമുക്ക് വേണ്ടി വച്ചിരിക്കുക ഈ രഹസ്യ സ്ഥലത്ത്. താൻ എല്ലാവർക്കും അത് വെളിപ്പെടുത്തത്തില്ല, എല്ലാവർക്കും അവിടെ പ്രവേശനവുമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് ഇതെല്ലാം ഇന്ന് കാണിച്ചെന്നേ കാണിക്കത്തില്ല. ഇതിൽ വന്നാൽ കാണും. അബ്രഹാമിൻ്റെ പോലെയാണ്. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേലാഞ്ഞിട്ടും പറഞ്ഞവൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു, റോഡ് മാപ്പ് കൊടുത്തില്ല. ആ റോഡ് മാപ്പ് നോക്കി നടക്കാനോ ഒന്നുമില്ലായിരുന്നു, വിശ്വാസത്താൽ താൻ ഇറങ്ങി എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ചോയ്സുണ്ട്, ഡിസിഷനാണ്, തീരുമാനമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സും വീണ്ടും ലൈവ് ഇത് വീണ്ടും കാണാൻ പോകുന്നവരോട് ഞാൻ പറയാം, തീരുമാനം എൻ്റേതാണ്. എനിക്ക് ഈ പറയുന്ന ഇന്നത്തെ അവസ്ഥയിലല്ല നിൽക്കേണ്ടത്. എനിക്ക് ഇതിനേക്കാളും വലിയൊരു സ്ഥാനത്തെത്തണം. വിശ്വാസത്തിൽ, ഞാൻ പറയാം, വിശ്വാസത്തിൽ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിൽ ഫെയ്ത്തും ട്രസ്റ്റും നമ്മളെപ്പോഴും മിക്സ് ചെയ്യുന്ന. ട്രസ്റ്റ് എന്ന് പറയുന്നത് ആശ്രയം, ട്രസ്റ്റിംഗ് ഗോഡ്. പക്ഷേ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ബിഗ് ടോപ്പിക്, വെരി ബിഗ് ടോപ്പിക്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ഞാൻ ഈ പറഞ്ഞ് വരുമ്പോൾ ഓരോ ദിവസവും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. 1, വിശ്വാസ വീരന്മാരാവും നിങ്ങൾ. 2, അസാമാന്യ ധൈര്യം നിങ്ങൾക്ക് വരും. 3, നിങ്ങൾക്ക് ഏത് സമയത്ത് എവിടെ നിന്നാലും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ രഹസ്യ സ്ഥലം. ഐ വാസ് ലിഫ്റ്റഡ് ഇൻ ടു ദാറ്റ് പ്ലേസ്. ഐ വിൽ ടെൽ യു ഹൗ ഇറ്റ് ഹാപ്പൻസ്. അതിന് മുമ്പേ ഒരു പ്രിപ്പറേഷൻ. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ 7ാമത്തെ അധ്യായമാണ് ഇന്നലെ വായിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7ാമത്തെ അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 7ാം അധ്യായം അതിൻ്റെ എത്രാമത്തെ വാക്യമായി ഇന്നലെ വായിച്ച് 18ാമത്തെ വാക്യം, അല്ലേ? 18ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 17ാം അധ്യായം 18ാം വാക്യമല്ലേ നമ്മൾ വായിച്ച്? 7ാമത്തെ അധ്യായം 18 വായിച്ചേ നീ. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. എനിക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. അപ്പം താല്പര്യമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? എല്ലാവരുടെയും ഒരു വെല്ലുവിളി അതാണ്. റോമർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് അതിൻ്റെ ഇന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാൻ പോകുന്നത്, നോക്ക്, താല്പര്യമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല വാക്ക്, അല്ലേ? താല്പര്യമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ നീ, അതിൻ്റെ സെക്കൻഡ് ഹാഫ് വായിച്ചേ. നന്മ ചെയ്യാൻ അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. അവിടെ ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷമാണ് ജഡവും ആത്മാവും തമ്മിലുള്ള. അകത്തെ മനുഷ്യൻ ഇത് അനുസരിക്കണം, ഈ കേൾക്കുന്നത് മുഴുവൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് ദർ ഇസ് അനദർ ലോ. എന്തുകൊണ്ട്? അപ്പം നമ്മൾ അവിടെ കാണുന്ന റോമർക്ക് എഴുതിയ ലേഖനം 7ാം അധ്യായം 7ാമത്തെ വാക്യം മുതൽ അതിൻ്റെ അവസാനത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു രഹസ്യം, അല്ലെങ്കിൽ രഹസ്യമല്ല,
ഒരു കാണുന്നൊരു കാഴ്ച, അവിടെ മുഴുവൻ ക്രിസ്തുവുമില്ല, പരിശുദ്ധാത്മാവുമില്ല. അവിടെ മുഴുവൻ ഞാൻ ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്യാൻ നോക്കുമ്പം ഉള്ള ദോഷം, ഞാൻ പരാജയപ്പെടുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിൽ ഒരു ജയകരമായ ജീവിതം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, പുനരുദ്ധാനം ചെയ്ത യേശു ആണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. എന്നാൽ പുനരുദ്ധാനം ചെയ്യുന്ന യേശു എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല? പലപ്പോഴും നിസ്സഹായമായി നിൽക്കുന്ന യേശുവിനെ പോലെ നമുക്ക് തോന്നിയേക്കാം, അല്ലേ? നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ലേ, കർത്താവ് എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, കർത്താവ് എന്താ ഇതിനകത്ത് പ്രവർത്തിക്കാത്തത്? നോ, അവിടെ ആണ് ഈ വചനത്തിൻ്റെ പ്രസക്തി വരുന്നത്. നോ, റോമർക്ക് എഴുതിയ ലേഖനത്തെ ഞാൻ അത് ഇന്ന് ഫുൾ പറയുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പം അതിനെ നാലായിട്ട് വിഭജിക്കാം. ഇതൊരു കോമൺ ഒരു വിഭജനം ഞാൻ നടത്തുക. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം മുതൽ അതിൻ്റെ 1:16 മുതൽ സുവിശേഷം ദൈവശക്തിയാകുന്നു എന്ന് പറയുന്ന അവിടം മുതൽ 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വരെ നീതിയാൽ, വിശ്വാസത്താലുള്ള നീതി, റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്, അതിനെ ഹൈലൈറ്റ് ചെയ്യുക. വിശ്വാസത്താൽ ലഭിച്ച നീതി, വിശ്വാസം ലഭിച്ച നീതി. അത് എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? അവിടെ ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ ഒരു വാക്കാണ് പൗലോസ് അവിടെ ഉദ്ധരിക്കുന്നത്. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ലഭിച്ച ഒരു വിശ്വാസം. സോ റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത് 1 മുതൽ 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വരെ. 5:12 തുടങ്ങുന്നത് ജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ഫെയ്ത്ത്. 5 തുടങ്ങി 5-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ഇത് ഐ ടെൽ യു ദീസ് ആർ കീസ് വിച്ച് ഐ വിൽ ഷെയർ വിത്ത് യു വിച്ച് ഐ റിസീവ്ഡ് ഈ ദിവസം ഈ ഇന്നർ ചേംബറിന് വേണ്ടി ഞാൻ വായിക്കുമ്പോൾ, ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പം, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ താക്കോൽ തുറക്കുക, ഓരോന്ന് തുറക്കുക. ആൻഡ് ഐ സ്ക്രിബിൾ ഇറ്റ് ഡൗൺ. സംടൈംസ് ഐ സ്ക്രിബിൾ ഇറ്റ് ഡൗൺ, ഞാൻ മറന്നു പോകാതിരിക്കാൻ. ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സോ എക്സൈറ്റിംഗ്. 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ the whole curtain lifts into a different direction. എങ്ങനെ ഈ നീതിയിലുള്ള വിശ്വാസത്താലുള്ള ജീവിതം എങ്ങനെ നയിക്കാം, അതെവിടെ വരെ പോകും? 8-ാം അധ്യായം അവസാനം വരെയും അതാണ്. 9, 10, 11 മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറയാം. മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ മുഴുവൻ പർപ്പസ് ഓഫ് മാൻകൈൻഡ്, എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, മിസ്റ്ററീസ്. അവിടെയാണ് ഒരു പ്രധാന മിസ്റ്ററി. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ അവസ്ഥകളെ മാറ്റും. ഏറ്റവും വലിയൊരു മിസ്റ്ററി അവിടെയുണ്ട്. 10-ാമത്തെ അധ്യായത്തിൽ, 9-ാമത്തെ അധ്യായത്തിൽ, 10-ാമത്തെ അധ്യായത്തിൽ, 11-ാമത്തെ അധ്യായത്തിൽ വലിയൊരു മർമ്മം കിടപ്പുണ്ട്. എന്താ മർമ്മം? അവൻ വിളിയും കൃപാവരത്തെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല, തിരിച്ചെടുക്കത്തില്ല. എന്തൊരു അത് മിസ്റ്ററീസാണ്, രഹസ്യങ്ങൾ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വേറൊരു മർമ്മമാണ്. അതിൻ്റെ 11-ന്റെ അത് ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 11-ന്റെ 29. റോമൻസ് 11 25 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം. അപ്പം 9-ാം അധ്യായം മുതൽ ഒരു രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട് പറയാണ്, ഈ രഹസ്യം അറിയാതിരിക്കരുത്. രഹസ്യമായത് എല്ലാവർക്കും പിടികിട്ടത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒന്ന് സ്വർഗത്തിൽ മാത്രം പോകുന്ന ഒരു ഇടപാടല്ല. സ്വർഗീയ സ്ഥലത്ത് നമ്മൾ ഇരുത്തിരിക്കുന്നത്, പക്ഷെ ഭൂമിയിൽ വീണ്ടും വസിക്കുന്നത് ഇവിടെ എന്തോ ഒരു ദൗത്യം നിവർത്തിക്കുവാനായിട്ട്.
അതിനെ എംപവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നർ ചേംബർ എന്നൊക്കെ പറയുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്. അതാണ് ഇതൊക്കെ ടൈറ്റിൽ ഞാൻ തന്നെ ഇടുക, മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്. 9, 10, 11 ഒത്തിരി മിസ്റ്ററീസാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഞാൻ ഇന്ന് അനിയോട് സംസാരിക്കായിരുന്നു. പണ്ട് ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പം റോമർക്ക് എഴുതിയ ലേഖനം ഒഴികെ ബാക്കിയെല്ലാം പഠിപ്പിക്കാമെന്ന് പറയുമ്പം പിന്നെ ഞാൻ അവിടെ പോകേണ്ടി വന്നില്ല, വെരി ബിസി. പക്ഷേ റോമർക്ക് എഴുതിയ ലേഖനം ദൈവം തുറക്കുന്ന താക്കോലുകൾ, ഇറ്റ്സ് അമേസിങ്. ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താ ഈ മർമ്മം? വായിച്ചേ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പാർട്ടികളാണെന്ന് വിചാരിക്കരുത്. അംശമായി അവരുടെ ഒരു കർട്ടൻ അടയും ഒരു കർട്ടൻ തുറക്കുകയും ചെയ്യും. ഞാൻ എപ്പം കർത്താവ് വരും, എന്തു വരും എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ലക്ഷണങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം സംതിങ് ഈസ് ഹാപ്പനിങ് സംവെയർ. ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലും ജാതികളുടെ എണ്ണസംഖ്യ തീരുവോളം, എനിക്കറിയത്തില്ല എണ്ണ എത്രയാണെന്ന്, കോടിയാണെന്നറിയാം. പക്ഷേ അതിന് സ്വർഗത്തിലൊരെണ്ണമുണ്ട്. ആ കർട്ടൻ വീഴും, ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ പോകത്തില്ല. സോ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ഞാൻ എൻ്റെ കാര്യം പറയാം. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ എൻ്റെ ബാലൻസ് ഷീറ്റ് ക്ലീനാണ്. കാര്യം കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. സോ ഓരോ ദിവസം മാനസാന്തരപ്പെടണം. അതിന് സഹായിക്കാൻ ഒരാൾ നിൽപ്പുണ്ട്. അതാ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പരിശുദ്ധാത്മാവ്. നൗ ഈ പറയുന്ന വരവ് എപ്പോഴാണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് ഇന്ന് പോകാനാണോ ഞാൻ തയ്യാറ്. പക്ഷേ അവിടെ ഒരു ഡിസ്റ്റിങ്ഷനൂടെ വരുത്തണം. ഇനിയും 10 വർഷം കഴിഞ്ഞാണോ 100 വർഷം കഴിഞ്ഞാണോ എനിക്കറിഞ്ഞൂടാ. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ജീവിതത്തിൻ്റെ പ്ലാനിങ്. അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. കർത്താവ് അനുവദിച്ചാൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഞാൻ ഈ ദിവസങ്ങളിൽ എടുക്കാം. നമ്മൾ ഓരോ ദിവസവും ഇറ്റ് ഷിൽ ബി വെരി വെരി പവർഫുൾ ഫ്രം ഗ്ലോറി ടു ഈവൻ ഗ്രേറ്റർ ഗ്ലോറി. ഓക്കെ, സോ ഇതൊക്കെ മിസ്റ്ററീസാണ്. അപ്പം 11 വരെ മിസ്റ്ററിയാണ്. 12 മുതൽ 16 വരെ ആ വിശ്വാസത്തിൽ എങ്ങനെ നടക്കാം, പ്രാക്ടിക്കാലിറ്റീസ് ഓഫ് ഫെയ്ത്ത് എന്ന് ഞാൻ പറയാം. പ്രാക്ടിക്കൽ ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത് ടു ലൈഫ് ബൈ ഫെയ്ത്ത് ടു ദ മിസ്റ്ററീസ് ഓഫ് ഫെയ്ത്ത് ടു പ്രാക്ടിക്കൽ ലൈഫ് ഇൻ ഫെയ്ത്ത്. പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും അങ്ങനെയാണ്. തുടങ്ങുമ്പോൾ വളരെ നിസ്സാരമായി, പിന്നെ അങ്ങ് ഡെപ്തിൽ പോകും, പിന്നെ അവസാനം നീന്തി വെളി വന്നിട്ട് പറയും ആ വീട്ടുകാരെ പ്രത്യേകം ഒന്ന് അന്വേഷിച്ചേക്കണേ, കുടുംബക്കാരെ അന്വേഷിച്ചേക്കണേ. അങ്ങനെ ഹി സോൾവ്സ് ഇറ്റ് വെരി ക്ലിയർലി. സോ ഇതിൻ്റെ ആ 7ാമത്തെ അധ്യായം ഇതിൻ്റെ പർപ്പസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, അതിൻ്റെ ഒരു മിഡിൽ വാക്ക് ഞാൻ എടുക്കാൻ പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12ാമത്തെ വാക്യം. Therefore, 5ാമത്തെ വാക്യം ജയകരമായ ജീവിതം, ഓവർകമ്മിങ് ലൈഫ് പറയാം. ഓവർകമ്മിങ് അതിൻ്റെ ക്രക്സ് വലിയ സാന്നിധ്യത്തിലോട്ട് കയറിക്കൊണ്ട് പറയാം. 17ാം വാക്യത്തിൽ വന്നിട്ട് പറയാം, നീതിദാനം, കൃപയുടെ നീതിദാനം ലഭിച്ചവർ ഈ ജീവിതത്തിൽ എത്രമാത്രമായി വാഴും, അല്ലേ? ഒരുവൻ്റെ ലംഘനത്താൽ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ വള്ളികളൊക്കെ, വള്ളി ചെടികളൊക്കെ, വള്ളിച്ചെടി, നമ്മൾ മണി പ്ലാന്റ്, ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്നത് മണി പ്ലാന്റ്, കൊടി, നമ്മളത് മുറിച്ച് നടുമ്പോൾ അത് അതുപോലെ തന്നെ കിളുത്ത് വരിക. ഒരു മണി പ്ലാന്റ് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തുനിന്ന് ഒരു അതിൻ്റെ ഒരു ബ്രാഞ്ചാണോ, അത് ഏതെങ്കിലും ഒരു തണ്ട് എടുത്തിട്ട് നട്ടാൽ അതേ ക്വാളിറ്റി, അതേ സാധനം വരും. അതുപോലെയാണ് യേശു എന്ന
ആളുടെ നീതി അല്ലെങ്കിൽ ജീവനിൽ ഒരു ഭാഗമെടുത്ത് നമ്മളിൽ നട്ടു, അത് വളർന്നിരിക്കും. വളർന്നു വരുമ്പം ഒരു കൊടിയുടെ ഒരു തണ്ടെടുത്തിട്ട് ചവയ്ക്കണം. ഈ നട്ട് വളർത്ത് വരുന്നതിൻ്റെ ചവി ടേസ്റ്റ് ഒന്നായിരിക്കണം. അങ്ങനെ ടേസ്റ്റി ആകണം നമ്മൾ യേശുവിനെ പോലെ. യേശുവിൻ്റെ ആ ടേസ്റ്റ് നമ്മളിൽ വരണം. ഇറ്റ് ഈസ് വെരി ഈസി. നമ്മളിൽ നട്ട് കഴിഞ്ഞിരിക്കുക. സോ ജയകരമായ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഏതാ 5:17 ഒന്ന് വായിക്കാൻ നല്ല ഈ വചനം വളരെ ബെസ്റ്റാണ്. For if by one man's offense death reigned in us. മരണം. കാര്യം എന്താ? ആദാം എന്ന് പറയുന്ന വള്ളിക്കകത്ത് നിന്ന് നട്ടതാ. അതുകൊണ്ട് എന്താ? ആദാമിൻ്റെ മുഴുവൻ സ്വഭാവം ഇതിനകത്തുണ്ടായിരുന്നു. പാപം വാണു. പക്ഷേ അതങ്ങോട്ട് ഒടിച്ചു കളഞ്ഞിട്ട് യേശുവിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം എടുത്ത് എൻ്റെ അകത്ത് ഗ്രാഫ്റ്റ് ചെയ്തു, എൻ്റെ അകത്ത് നട്ടു. ഇനി ഇത് കിളുത്ത് വരുന്നത് യേശുവായിട്ട്, നീതിയായിട്ട്. ഈ ജീവിതത്തിൽ എത്രമാത്രം അധികം വാഴും. അങ്ങനെയല്ല അവസാനിപ്പിക്കുന്നത് അല്ലേ? വായിച്ചേ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. വാഴ്ചയുടെ ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? സോ ഓവർകമ്മിങ് ലൈഫ്, വിക്ടോറിയസ് ലൈഫ്, കോൺകറിങ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് 6-ാം അധ്യായം തുടങ്ങുക. 6-ാം അധ്യായം എങ്ങനെയാ തുടങ്ങുന്നേ? ആകയാൽ നമ്മൾ എന്നാ പറയണം? കൃപ പെരുകേണ്ടതിന് നമ്മൾ എന്നാ പാപം ചെയ്യണോ? ഒരു നാളും അരുത്. കമോൺ, ഇത് തന്നിരിക്കുക. കാര്യം ഇത് ജീവൻ വരാൻ പോകുക. ഞാൻ വീണ്ടും പറയാം, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ജീവിതം, ആ സാന്നിധ്യം എന്ന് പറയുന്നതിൻ്റെ അത്ര സന്തോഷവും സമാധാനവും എങ്ങും കിട്ടാൻ പോകുന്നില്ല. കാര്യം ഐ വാസ് എ മാൻ ഇൻ ദ വേൾഡ്, ഐ നോ ദാറ്റ്. ഒരിക്കലും വരത്തില്ല. അപ്പോൾ അതിൻ്റെ 6:13 വരുമ്പം 12 മുതൽ അതിൻ്റെ ഒരു ഡീവിയേഷൻ എടുക്കാൻ പോകും. വായിച്ചു. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെയും നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നോക്ക്, ഈ 2 ചോയ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുക. ഒന്ന്, പാപത്തിന്, അതുകൊണ്ട് ഇതിൻ്റെ മോളിൽ പറയാം, പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വമില്ല. ഏറ്റവും അധികമായി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് ജോയ് ലൈഫ്. അപ്പം പാപത്തിന് ഇനി നമ്മുടെ മേൽ കർത്തൃത്വമില്ല. അപ്പം ഇനി കർത്തൃത്വമില്ലെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരു 3 വാക്ക് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. തന്നെ 16 ഒന്ന് വായിച്ചേ. ഡു നോട്ട് നോ ദാറ്റ് ടു ഹൂം യു പ്രസന്റ് യുവർ ബോഡീസ് ആർ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചിരിക്കുക. നൗ ഇതിന് ഒന്ന്, ഞാൻ ജീവനോടെ ഉണ്ട്, എന്നെ ജീവിപ്പിച്ചത് മരണത്തിൽ നിന്നും ജീവനാകുന്ന ക്രിസ്തുവിലേക്ക് ഞാൻ വന്നിരിക്കുക. നൗ ഇതിന് ഒരു 3 ഡയമെൻഷൻ ഞാൻ പറയാം. എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പറയുന്ന ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. ഒന്ന്, ഐ ഷുഡ് ബി കോൺഷ്യസ്. ഞാൻ ജീവനോടെ എന്നെ ജീവിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ബട്ട് ഗോഡ്, എന്നാൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു സാധ്യതയില്ലാത്ത എന്നെ ദൈവം ജീവിപ്പിച്ചു എന്ന ബോധ്യത്തോടെ നടക്കണം. ആ ബോധ്യം എങ്ങനെ എനിക്കറിയാം? എനിക്കറിയാവുന്നത് ഇറ്റ് ഈസ് എ ന്യൂ ലൈഫ് ദാറ്റ് ഹാസ് ബീൻ കമ്മിങ് ഔട്ട് ഫ്രം ദി ഓൾഡ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൂടെ ഒരു ബാലൻസിങ് ഉണ്ട്. അവിടെയാണ് സ്പിരിച്വൽ ലൈഫിൻ്റെ പ്രസക്തി വരുന്നത്. നൗ ഐ വിൽ ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ലേറ്റർ. ബട്ട് നോക്കാം, 3 വാക്ക് അവിടെ ഉണ്ട്. ഒന്ന്, ഒബീഡിയൻസ്.
2 ഡിസിഷൻ, 3 ചോയ്സ്. ഇതിനകത്തെ 3 കാര്യം എൻ്റെ ഡിസിഷനായി. എനിക്കിപ്പുറത്ത് ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം എന്ന് പറയുന്നത് എംപവർമെൻറ്റ് ടു റിസീവ് എവറി ഗുഡ് തിങ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പുറത്ത് ഈ ലോകത്തിലെ താൽക്കാലികമായ ഒരു സുഖം. അതുകൊണ്ടാണ് പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു സെൽഫ് റിസ്റ്റയർമെൻ്റ് ഉണ്ട്. അതാ ഒബീഡിയൻസ്, അനുസരണം. 2 സമർപ്പിക്കുക. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇനിയും അതിൻ്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിങ്ങളും പാപസംബന്ധമായി നമ്മൾ മരിച്ചവരാണ്. ആ ബോധ്യത്തിൽ നടക്കണം. ഈ സാധാരണ അതിൽ ആൾക്കാർ പറയാം, വീഴും ആണ്ട് വീഴാതെ സൂക്ഷിച്ചോണം. അങ്ങനെ മനസ്സിനകത്ത് വീഴ്ചയല്ലായിരിക്കണം. ഞാൻ ജീവിച്ചവനാ. അത് അവിടെ എഴുതിയിരിക്കുന്നത്, പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടിവരാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, തുടങ്ങിയപ്പം പറഞ്ഞത്, ഞാൻ വേണം തീരുമാനിക്കുവാൻ ഞാൻ എന്താ, ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഇടപാട്, ഞാൻ ഈ സംസാരിക്കുന്നത്, അത് കർത്താവിന് യോഗ്യമണ്ണമാണോ? Now, this takes us into deeper life with Christ. അതാണ് ഈ 7ാം അധ്യായത്തിൽ പറയാ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഞാൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായൊരു വചനമുണ്ട്. 2ാം അധ്യായം അതിൻ്റെ 12ഉം 13, 12ൻ്റെ ഹാഫും അതിൻ്റെ 13. നമ്മളിത് കാണുമ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുക. പരിശുദ്ധാത്മാവ് എന്തിനാണ് നടക്കുന്നതെന്ന് പറയാം. നമ്മളെ വീണ്ടും മരണത്തിലോട്ട് പോകാതെ, മരണം എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും നഷ്ടപ്പെടാതെ, ആ ജീവൻ, ദ റിയൽ ലൈഫ് അല്ല. റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സിനിമയിലെ ലൈഫല്ല, അഭിനയിക്കുക. ചിലർ അതെല്ലാം അനുകരിക്കാൻ നോക്കും. അതല്ല, അത് റിയൽ ലൈഫ്. യേശു ക്രിസ്തു ഈ വിശ്വാസവും തന്നു, ജീവനും നീതി നമുക്ക്. അതാ ഈ റോമർക്ക് എഴുതിയ ലേഖനം ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പം റോമർക്ക് എഴുതിയ ലേഖനം കൂടെ ഒന്ന് പഠിക്കാം, ഓരോ ചാപ്റ്ററായിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. നീതി നമുക്ക് തന്നിരിക്കുന്ന നിത്യജീവനും നീതിയാൽ ലഭിച്ച വിശ്വാസവും, ഈ 2 സാധനം എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് കാണേണ്ടത്. ഹൂ വി ആർ, വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ അകത്ത് ആ കൂട്ടായ്മ കർത്താവുമായിട്ട് കൊണ്ടുവരാനായിട്ട്, അതിനകത്ത് മാത്രമേ ജയമുള്ളൂ. അവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിച്ചേ. ഫിലിപ്പിയർ 2ൻ്റെ 12ഉം അതിൻ്റെ 13. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ പ്രവർത്തിക്കണമെന്ന്. ഞാൻ പ്രവർത്തിക്കാൻ നോക്കിയതിൻ്റെ പരാജയമായി ഇവിടെ നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ കണ്ടത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, എന്നാൽ ഇച്ഛിക്കുക. ഈ ദിവസങ്ങളിൽ ഈ സെഷനിലൂടെ പോകുമ്പം ഐ റിസീവ് സോ മെനി ഇമെയിൽസ്. താങ്കൾ പറയാം, ഇന്ന തെറ്റ് എൻ്റെ ജീവിതത്തിൽ പറ്റി, എനിക്ക് തിരിച്ചു വരണം. അതാണ് പരിശുദ്ധാത്മാവ് നീതിദാനത്തോടെ തന്ന അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബോധിക്കുന്നേ, ഇറങ്ങി വരാൻ. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും നിങ്ങളിൽ ദൈവമല്ലോ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഞാനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നിലനിൽക്കും. ദൈവമാ എന്നോട് പറഞ്ഞു, എൻ്റെ അകത്തുനിന്ന് വരും. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഉടനെ പിശാച് പറയും, നീ പോക്കേസാ, ഇനി രക്ഷപ്പെട്ടത്തില്ല. അതാ പിശാച്.
പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. ഇറങ്ങി വാ 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 വാ. ഞാൻ ഓർക്കുന്നുണ്ട് കാത്രിൻ കുൽമാൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാൽ ആരോ എന്നോട്, സിസ്റ്റർ ആനിയെ ചോദിച്ചേ, സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാം. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുവൻ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ അയ്യം വിളിക്കുമ്പോൾ ഒരു സ്ത്രീയാണോ പുരുഷനാണോ തനിക്ക് കയറിട്ട് കൊടുക്കുന്നത് രക്ഷപ്പെടാൻ എന്ന് നോക്കാറില്ല. ആത്മാക്കളെ നേടാൻ, ആത്മാക്കളെ പരിപാലിക്കാൻ സ്ത്രീകളെക്കാളും നന്നായി ശുശ്രൂഷിക്കുന്നവർ വേറെ ആരുമില്ല. കാര്യം, നിങ്ങൾ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ വയറിനകത്ത് പരിപാലിച്ച് പ്രസവിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ക്രിയേഷൻ, പെർസിസ്റ്റൻസ്, മെൻറ്ററിങ്, എല്ലാ കഴിവുകളും നിങ്ങളുടെ അകത്ത് ദൈവം സൃഷ്ടിയാലെ തന്നിരിക്കുക. യു ആർ ദ ബെസ്റ്റ് പാസ്റ്റേഴ്സ്, യു ആർ ദ ബെസ്റ്റ് മിനിസ്റ്റേഴ്സ്. ഒരിക്കലും സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് നിൽക്കരുത്. ഇത് വലിയൊരു, അതിൻ്റെ വചനങ്ങളൊക്കെ ഞാൻ ഓരോന്ന് കാണിക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ. സ്ത്രീകൾ വളരെ ശക്തന്മാരാണ്. നോ, ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ്. മറ്റേതെന്താ, നിങ്ങൾ രക്ഷയ്ക്കായി ഭയത്തോടെ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഹയർ ലൈഫ്. അത് കിട്ടില്ലേ, ഭയപ്പെടണം. ആ ഭയം എങ്ങോട്ട് പോകാൻ? ഭയം എന്ന് പറയുന്നത് പേടിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അനുസരണത്തെയാണ് ഭയം എന്ന് പറയുന്നത്. പേടി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് തീർന്നു, ഇനി വലിയ കോപം വരാൻ പോവുക, അതാ പേടി. ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നുമുള്ള, ബഹുമാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അനുസരണം. നിങ്ങൾ ഇത്രയും വലിയ സ്വസ്ഥത, സമാധാനം, സന്തോഷം, ഇതെല്ലാം രക്ഷയുടെ കൂടെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ, എനിക്ക് അതുകൂടെ വേണം, ഈ പറയുന്നത് എനിക്കൊന്ന് വേണം എന്ന് പറയുമ്പം നിങ്ങളിൽ അത് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു ആഗ്രഹം തരുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരിക്കുന്നില്ലേ? നിങ്ങളിൽ ചിലരെങ്കിലും ഇത് ഗൗരവത്തോടെ എടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നില്ലേ? ഈ ലൈവ് കാണാൻ മെനക്കെടുന്നില്ലേ? ഇന്നലത്തെ ലൈവ് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പം ഏതാണ്ട് 34,000 പേരിരുന്ന് കണ്ടു. ഏതാണ്ട് 100,000 അടുത്ത് ആൾക്കാരെ റീച്ച് ചെയ്തു. ഇതിന് നിങ്ങൾക്ക് എന്തോ അകത്ത് ഇച്ഛിക്കുക, ആഗ്രഹം കൊണ്ടുവരിക. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിന് നിൽക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. കാര്യം, ഐ എം ബിൽഡിങ് അപ്പ് എ നേഷൻ. ഒരു രാജ്യത്തെ ഞാൻ പണിയെടുക്കുക ഇതിനകത്ത്. അപ്പം ഞാൻ ഒരുങ്ങുമ്പം എൻ്റെ അകത്ത് ആഗ്രഹം തരുന്നത് ആളാരാ? ദൈവമാ. പ്രവർത്തിക്കുന്നതുമാരാ? ദൈവമാ. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7 മുതൽ 24 വരെ വരുമ്പോൾ അവിടെ ഞാൻ ശ്രമിച്ചു, ഞാൻ ചെയ്യാൻ നോക്കിയാൽ പരാജയപ്പെടും. എന്നാൽ അവനിലൊന്ന് വസിച്ചേ. അതാണ് 24 വരുമ്പം പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങോട്ട് എല്ലാം. നമ്മൾ നിൽക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ പല കാര്യങ്ങളും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ പ്രിസർവ് ചെയ്യും. എന്നാ പറയുന്നത്, തൻ്റെ കൈക്കകത്ത് എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മിടുക്കല്ല, 1% പോലും എൻ്റെ മിടുക്കല്ല. ഐ വാസ് കെപ്റ്റ് ബൈ ഹിം. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി, നാളത്തെ ആവശ്യത്തിന് വേണ്ടി, ഒരു വലിയ വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി 1-2 പേരല്ല, 10,000 ഇന്ന് ലോകരാജ്യങ്ങളിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അത് ഐ ഹാവ് ടു പ്രൊട്ടക്റ്റ് മൈസെൽഫ്, അല്ലേ? സോ ഇവിടെ എഴുതിയിരിക്കുക, ഇത് ഞാൻ ഇന്ന് നടക്കത്തില്ല. അവസാനം വരുമ്പം മനസ്സിലാകും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നിട്ട് പറയാണ് 25-ാമത്തെ വാക്യത്തിൽ, ആൻഡ് താങ്ക് ഗോഡ്. വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ തന്നെ ബുദ്ധികൊണ്ട് ദൈവത്തിന്റെ പ്രമാണവും സേവിക്കായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് എന്നെ വിടുവിക്കാനായിട്ട് ഒരാൾ വന്നിരിക്കുക. ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ആദ്യമേ വായിന്ന് പറയുക, യേശുവേ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, ഞാൻ പറയാം, സ്വയമേ
എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കാൻ നോക്കരുത്. പരിശുദ്ധാത്മാവിനോട് പറയണം. 2 കാര്യങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 8 ആരംഭിക്കുക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. നമുക്ക് ആർക്കും ഒരു ജയകരമായ ജീവിതം നയിക്കണമെങ്കിലോ നമ്മുടെ നടക്കത്തില്ല. അവിടെയാണ് നിങ്ങളുടെ അവയവങ്ങളെ, അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 6:13 നമ്മൾ ഇന്ന് ആരംഭിച്ചത്. നിങ്ങളുടെ അവയവങ്ങളെ, എന്താണ്? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പിന്നെ നിങ്ങളെ തന്നെ, ഞാൻ മരിച്ചവനാ, ഞാൻ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയായതാ, അതുകൊണ്ട് പുനരുദ്ധാനം എൻ്റെ അവകാശമാണ്. നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയാ, ഒരാൾക്ക് വേണ്ടിയല്ല. പലപ്പോഴും നമ്മൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കാൻ നോക്കുക, പറ്റത്തില്ല. എനിക്കാണോ പനി, ഞാൻ തന്നെ ഗുളിക തിന്നണം. എനിക്കാണോ വേണ്ടത് ആരോഗ്യം, വേണ്ടത് ഞാൻ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തിന്നണം, ഞാനാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അകത്ത് ക്രിസ്തു യേശുവിൽ അസാധ്യമായ കാര്യങ്ങൾ വെച്ചിരിക്കുക ദൈവം. വെറുതെ ഒരു ചെറിയ എന്നാ പറയുന്ന ഒരു വീടും പറമ്പും അതൊന്നും അല്ല, അതിനേക്കാളും അപ്പുറം ഒരു സാധനം വെച്ചിട്ടുണ്ട് കർത്താവ്. അതെനിക്ക് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചവനാണ്. ലോകത്തിന് ഞാനൊരു മരിച്ചവനാണ്. ലോകത്തിൽ നിന്നും വേർപെടുക എന്നല്ല, പാപത്തിൽ നിന്നും വേർപെടുക. പാപം എൻ്റെ കയ്യിൽ നിന്ന് പോയി, പാപ സ്വഭാവം അവിടെ കിടപ്പുണ്ട്. അതാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. വേറൊരു നിയമം കൂടെ എൻ്റെ അകത്ത് നിൽപ്പുണ്ട്. 2 നിയമം ഇങ്ങനെ കടന്ന് നടക്കുക. എനിക്ക് മനസ്സിലായി. കാര്യം എങ്ങനെ മനസ്സിലായത്? എൻ്റെ അകത്ത് ആഗ്രഹമുണ്ടെന്ന്, പക്ഷെ പിന്നെയും ഞാൻ തെറ്റിപ്പോകും. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ഞാനാ. 2-ാമത്തെ ഭാഗം പറയാണ്, ബട്ട് പ്രസന്റ് അലൈവ്. വായിച്ചു 13-ന്റെ 2-ാം ഭാഗം. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളണം. കാര്യം എന്താ? അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 11-ാമത്തെ വായിച്ചേ. ലൈക്ക് ഓൾസോ, നിങ്ങളും മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് എൻ്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ ഉത്തരവാദിത്തം വന്നറിയും. ദിസ് ഈസ് എ ലൈഫ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളും ഞാനും റെസ്പോൺസിബിളാണ് ഈ ലോകത്തിന് വേണ്ടി. സഭ റെസ്പോൺസിബിളാണ്. സഭയെ ആണ് ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചമെന്ന് പറഞ്ഞാൽ വി ആർ ഹിയർ ടു പ്രിസർവ്. നമ്മളെ ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, കളിപ്പീരാണ്, ഇതാണ്, അതാണ്, എന്തു വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി ദൈവം നമുക്കൊരു നിയോഗം തന്നിരിക്കുക. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് നമ്മൾ അറിയണം. പൗലോസ് പറയുന്നുണ്ട്, ഐ നോ. ഈ ദിവസങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് 8-ാമത്തെ അധ്യായത്തിൻ്റെ കർട്ടൻ റൈസറാണ് 8-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ, ഒന്ന് ഉറക്കെ പറയോ, അതുകൊണ്ട് ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ. Now therefore, hallelujah, now therefore, ഞാൻ എന്നുള്ള പാർട്ടി പോയി. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു കുറ്റാരോപമില്ല, കണ്ടംനേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാനയ്യോ തെറ്റുകാരനാണ്, ഇനി കർത്താവിന് ഞാൻ നല്ലവനല്ല എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം നല്ലവനല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കഴുകി യേശുവിൻ്റെ രക്തത്തിന് പവർ ഇല്ലെന്നാണ് പറയുന്നത്. യേശു ക്രൂശിൽ മരിച്ചത് വെറുതെയാണെന്നാണ് പറയുന്നത്. എൻ്റെ അകത്ത് തെറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, അത് ആ മരിച്ചവരുടെ ഇടയിൽ തന്നെ കിടക്കാതെ ചാടിങ്ങോട്ട്, നീ ജീവനുള്ളവനാ, നിന്റെ അകത്ത് ക്രിസ്തുവിൻ്റെ ജീവനകത്ത് കിടപ്പുണ്ട്, ചാടവിടുന്ന്, കം ഓൺ, ഗെറ്റ് ഔട്ട്. എപ്പോഴും പരിശുദ്ധാത്മാവ് അതാ ചെയ്യുന്നത്. പിശാച് കണ്ടം ചെയ്യും, എന്നാൽ യേശു നിങ്ങളെ കൈത്താങ്ങ് തന്ന് എഴുന്നേൽപ്പിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. Therefore now, ഇന്നത്തെ എൻ്റെ ദിവസം എനിക്കറിയാം,
എനിക്ക് ഒരു കുറ്റാരോപമില്ല. കാതറിൻ കുൽമാൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസി, പരിശുദ്ധാത്മാവ് എന്താണോ ആ പരിശുദ്ധാത്മാവാണ് പുള്ളിക്കാരത്തി എന്ന് പറയുന്ന പോലെ ശക്തമായ ശുശ്രൂഷ. തൻ്റെ അടുക്കൽ പോലും ആൾക്കാർക്ക് എത്താൻ പറ്റത്തില്ല. തന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, വായിച്ചു കേട്ടിട്ടുള്ളത്, താനൊരു ഹോട്ടലിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ജനം ഇടിച്ചത്. നമ്മൾ ഈ സിനിമ സ്റ്റാറൊക്കെ വരുമ്പോൾ കാണാമല്ലോ, ഹോട്ടലിന് ചുറ്റും ആൾക്കാരിങ്ങനെ കാത്തിരിക്കുന്നത് കാണാൻ. എന്ന് പറഞ്ഞ പോലെ കാതറിൻ കുൽമാനെ കാണാൻ പരിശുദ്ധാത്മാവിനാൽ പെർഫെക്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പോലെ നടക്കുക. അവരെ ഫ്രണ്ട് ഡോർ വഴി കൊണ്ടുപോകാൻ മേല, അതുപോലെ തിക്കാണ്. അതുകൊണ്ട് ബാക്ക് ഡോർ വഴി, ആ ഹോട്ടലിൻ്റെ പിൻവാതിൽ കിച്ചൺ വഴി, ബാക്ക് ഡോർ വഴി പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ താൻ അതുവഴി പോകുന്നുണ്ടെന്നോ താൻ എവിടെ നിന്ന് വരുന്നുണ്ടെന്നോ അറിയാൻ മേലാത്ത ആൾക്കാർ തൻ്റെ ചുറ്റുമുള്ള മഹത്വത്താൽ നിലം പതിച്ചാകുക. ദേ ആർ ഡൗൺ. ഞാനാകുന്നവൻ എവിടെ വെളിപ്പെടുവോ അവിടെ ഓർത്തോണം, നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റത്തില്ല, നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. യേശു ഞാനാകുന്നവൻ എന്ന് യോഹന്നാൻ 18 പറഞ്ഞപ്പോൾ തന്നെ പിടികൂടാൻ വന്നവർ നിലം പതിച്ച് സ്ലൈനായിപ്പോയോ, ആരും അറിയുന്നില്ല എന്താ സംഭവം. പിന്നീട് അറിയുന്ന കാതറിൻ കുൽമാൻ അതുവഴി പോയത്. തൻ്റെ പല മീറ്റിങ്ങുകളിലും സൗഖ്യമായവർ മുന്നോട്ട് വരാനായിട്ട് കയറ് വരെ കെട്ടി വലിച്ച് മുന്നോട്ട് പോകും. അതുപോലെ മഹത്വം. ഞാൻ ചോദിക്കട്ടെ, അതുപോലെ ആകണ്ടേ നിങ്ങൾക്കും എനിക്കും? ചാൾസ് ഫിന്നി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ഒരു സ്റ്റേഡിയത്തിൽ വന്നിരുന്നാൽ ജനങ്ങൾ തന്നെ അങ്ങ് കരയുക, മാനസാന്തരപ്പെടുക, ആ പട്ടണം രക്ഷപ്പെടുക. അങ്ങനെ ആകണ്ടേ നമുക്ക്? അതോ എങ്ങനെയും ഒരു പ്രസംഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കണോ? അല്ലല്ല. ക്രിസ്തു യേശുവിന് നമ്മളെക്കുറിച്ചൊരു വലിയ വിളിയാലുള്ള ആശ. അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദർ ഈസ് എ ഹയർ കോൾ, ഹയർ ലൈഫ്. താൻ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുക, താൻ ഭയങ്കര ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു ശുശ്രൂഷയിൽ അവിടെ സ്ഥിരം ഒരാൾ തന്നെ പരിചയപ്പെടാൻ തുടങ്ങി. താൻ അറിയാതെ ആളുമായിട്ട് പ്രണയത്തിലായിരിക്കുന്ന അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇദ്ദേഹം അദ്ദേഹത്തെ കളിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിരിക്കുന്ന ആളാന്നോർത്തെ തെറ്റിപ്പോയി. തെറ്റ് തൻ്റെ അകത്ത് പറ്റി. താൻ അന്ന് തന്നെ അത് വേണ്ട, പക്ഷേ അന്നും പിശാച് സെയിം ആണല്ലോ. പത്രങ്ങൾ, വിശ്വാസി പത്രങ്ങൾ മുഴുവൻ കല്ലെറിയാൻ തുടങ്ങി. ഇവരെ അങ്ങ് തകർക്കാനായിട്ട് അവർ ശ്രമിച്ചു. അവസാനമായപ്പം ഇവരുടെ മനസ്സിനകത്ത് ഇവർ കൊള്ളരുതാത്തതാണ്, പാപിയായി, പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയി എന്നൊക്കെ തോന്നി നിരാശരായിരുന്നു. കാതറിൻ കുൽമാൻ എന്ന് പറയുന്ന ആ സഹോദരിയുടെ മീറ്റിങ്ങുകളിൽ രാവിലെ 9 മണി ആ മീറ്റിംഗെങ്കിൽ 4 മണി മുതൽ സ്റ്റേഡിയത്തിൻ്റെ വെളിയിൽ ജനം നിൽക്കുക ഡോറ് തുറക്കാൻ. ആ സഹോദരി വീട്ടിൽ നിരാശയോടെ ഇരുന്നു. തൻ്റെ മീറ്റിങ്ങുകൾ വെച്ചാൽ 4-5 പേർ കഷ്ടി വരും. കാര്യം എന്താ? ഈ കാണുന്നവരെല്ലാം ഈ പുള്ളിക്കാരത്തിയെ കല്ലെറിഞ്ഞ് അവസാനിപ്പിച്ചു. പുള്ളിക്കാരത്തി ഒരിക്കൽ ജീവിതത്തിൽ നിരാശപ്പെട്ട് താൻ ഒരു റോഡ് വഴി നടന്ന് ആ റോഡിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു ഭിത്തിയാണ്, അവിടെ വരെ എത്തി. ആ ഭിത്തിയോട് ചേർന്ന് നിന്ന് കരഞ്ഞ് താൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ, നീ എന്നെ വിട്ടേച്ചു പോയോ? പരിശുദ്ധാത്മാവ് തന്നെ ആലിംഗനം ചെയ്ത്, യേശു തന്നെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഒരിക്കലുമില്ല, നിന്റെ മനസ്സാ നിന്നെ കുറ്റപ്പെടുത്തുന്നേ, നീയാ നിന്നെ കുറ്റപ്പെടുത്തുന്നേ. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു കുറ്റാരോപമില്ല. നിന്റെ ഹൃദയം വിങ്ങുന്ന കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം മാഞ്ഞുപോയി. ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ പവർ അതാ പ്രിയമുള്ളവരെ. ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേയില്ല. സഹോദരി അവിടെ മുട്ടുകുത്തി കരയുവാൻ തുടങ്ങി. ദൈവമേ, ഇത്രയും വലിയ മിസ്റ്ററിയാണോ ഈ യേശുവിൻ്റെ രക്തം? ഇത്രയും വലിയ സ്നേഹമാണോ എന്നോട് കർത്താവിന്? അതേ പ്രിയമുള്ളവരെ, നഷ്ടപ്പെടാനല്ല കർത്താവിന് ഇഷ്ടം. എങ്ങനെയും തള്ളി നരകത്തിൽ കൊണ്ടുപോകാനല്ല കർത്താവിൻ്റെ. ഒരാളെയും കൂടെ ഒന്ന് കിട്ടാൻ കർത്താവ് നിൽക്കുക. അതാ എനിക്ക് എപ്പോഴും ഒരു ശുശ്രൂഷകൻ, ഒരു യൗവനക്കാരൻ എഴുന്നേറ്റ് വരുമ്പോൾ നാട്ടുകാർ മുഴുവൻ കല്ലെറിയുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ പോയി നിൽക്കുന്ന എന്തിനാന്ന് ഞാൻ പറയാം. ഒരു ഭടനെ കിട്ടാൻ പ്രയാസമാണ്.
ഒരു ശുശ്രൂഷകനെ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാളുടെയും കുറ്റം പറയരുത്. നമുക്ക് അവരെ വളർത്തിയെടുക്കാം. ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? താൻ തന്നെ സുബോധം വീണു. സ്വർഗത്തെ സംബന്ധിച്ചോളം ഇത് നടന്നിട്ടില്ലെന്നോ, അത്രയും പവർഫുൾ ആണെന്നോ യേശുവിൻ്റെ രക്തം? സംഭവിച്ചത് എന്താണെന്ന് പറയാം. താൻ തൻ്റെ ക്രൂസൈഡ് അനൗൺസ് ചെയ്തു. ആദ്യത്തെ മീറ്റിങ്ങിൽ ആ സ്റ്റേഡിയത്തിനകത്ത് ജനം ഒഴുകി വരാൻ തുടങ്ങി. തൻ്റെ അകത്തുനിന്ന് തന്നെ ആ കുറ്റാരോപം പൊട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. പിന്നീടുള്ള സ്റ്റേഡിയങ്ങൾ 10,000-ൻ്റെ അല്ല 50,000-ൻ്റെ സ്റ്റേഡിയങ്ങളൊക്കെ നിറയുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന മർമ്മം വലുതാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന മിസ്റ്ററി, അതാ നിങ്ങൾ ഇനി ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നാളെ ഞാൻ ഈ 8-ാം അധ്യായം, ഞാൻ ഇത്രയും ദിവസം 8-ാം അധ്യായത്തിലോട്ട് കയറാൻ നോക്കാൻ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് എന്തോ ഒരു ഫൗണ്ടേഷൻ ഇടുക. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും കർത്താവ് തിരുവള്ളത്തിൽ ആ തോന്നൽ തന്നത്, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ആ സമയത്തെ വികാരത്തിൽ അത് ചെയ്തു പോയി. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ്. പിന്നീട് പത്രക്കാർ തന്നെ പത്രസമ്മേളനത്തിനൊക്കെ വന്നു. അവർ ചോദിച്ചു, എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ആ പരാജയം സംഭവിച്ചു? അവരെപ്പോഴും പറയും, ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ്. ആരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ല, കാത്തറിൻ്റെ പഴയ ഏത് കാത്തറിൻ മരിച്ചുപോയി. ഇത് ജീവിക്കുന്നത് ക്രിസ്തുവാ. പ്രിയമുള്ളവരെ, അതാ ക്രിസ്തുവിൻ്റെ മിസ്റ്ററി. അത് ജഡത്തിൽ നടക്കുമ്പോൾ, അതാണ് അടുത്ത വചനം പറയുന്നത്. ആർക്കാണ്? ജഡത്തിൽ നടക്കുന്നവർക്കല്ല, ആത്മാവിൽ നടക്കുന്നവർക്കത്രേ. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു കുറ്റരോഗം എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൻ്റെ ഒരു ആദ്യത്തെ വാക്യം മറക്കല്ല്. ഇതിൻ്റെ അർത്ഥം എന്താ? പിന്നെയും പാപം ചെയ്യാനാണോ? ഒരിക്കലുമല്ല. എൻ്റെ അവയവങ്ങളെ ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ പോവുക. പാപം സംബന്ധിച്ച് ഞാൻ മരിച്ചവനാണ്. ഇല്ല, പഴയതൊന്നുമില്ല. ചിലർ വിശ്വാസികൾ പറയും, എൻ്റെ പഴയ ജീവിതം അറിയാവോ? പഴയത് വരുത്തില്ല പ്രിയമുള്ളവരെ, ആഗ്രഹിച്ചാലും വരുത്തില്ല. ഞാൻ ഓർത്തതാ, ഞാൻ ഈ 2008 വലിയ വിഷയങ്ങളൊക്കെ എനിക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത വിധം ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, I can see the Holy Spirit hugging everyone. ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന, യേശു ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന എനിക്ക് കാണാം. ഓരോരുത്തരും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണാൻ പോകുന്ന ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, the Holy Spirit is pouring the love of God back into your heart. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹം. blessed be the name of Jesus. The Holy Spirit is pouring. അഭിഷേകം നിറയുക. ഇന്ന് രാത്രി ഞാൻ ഒരു പ്രോഫറ്റിക് സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം. ഇന്ന് രാത്രി നാളുകളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെട്ട് തീരുമാനമെടുക്കുമ്പോൾ വാതിലുകൾ തുറക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞ ദിവസം അത്ഭുത സാക്ഷ്യം കേട്ടു. ഇന്ന് ക്ലോസ് ഡൗൺ നടക്കുക പലയിടത്തും. പക്ഷെ ജോലിക്ക് വേണ്ടി വഴികൾ തുറക്കുക. ഈ ദിവസങ്ങളിൽ ജോയിൻ ചെയ്തോളാൻ പറയുക. പലതും ചുറ്റും നടക്കുമ്പോൾ അതല്ല നിങ്ങൾക്കും എനിക്കും ക്രൈസ്റ്റ് എന്ന മിസ്റ്ററി, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, യേശു ക്രിസ്തുവിൻ്റെ മരണം. വാട്ട് എ ഗ്ലോറി! യേശു ക്രിസ്തു ജീവിച്ചപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ നടപ്പ് പിതാവിനെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ കല്ലറയിലുള്ള വാസം, താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ ആർക്കും കൊല്ലാൻ മേല. ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും തനിക്കറിയാം ഇവിടുന്ന് ഒരു പുനരുത്ഥാനമുണ്ട്. The hope which was in him and today he lives. അവനോട് കൂടെ മരിച്ചെങ്കിൽ ആ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഈ ദിവസങ്ങളിൽ പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പേ വന്നേക്കാം. കുലുങ്ങരുത്. ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ജയാളിയായിരിക്കുന്നവൻ, ജയാളിയായ ഒരു ജീവിതമാണ് നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്നത്. Come on, let us pray for that glorious life in Christ Jesus. നിങ്ങളുടെ മനസ്സിനകത്ത്
നിങ്ങളുടെ അകത്ത് പിശാച് വന്ന് എന്നാലും എന്ന് ചോദിച്ചാലും തിരിച്ചങ്ങോട്ട് പറയണം, എന്നാലും എൻ്റെ ദൈവം, കരുണാസമ്പന്നനായ എൻ്റെ ദൈവം തൻ്റെ വാത്സല്യ നിമിത്തം എന്നെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. നിങ്ങളെ പിശാച് കുറ്റപ്പെടുത്താൻ വരുമ്പോൾ പിശാചിനോട് പറയണം, ഹേ പിശാചേ, കുടുംബത്തിനകത്ത് അയൽവക്കക്കാരന് നാട്ടുകാർക്ക് ഇടപെടാൻ അനുവാദമില്ല. ഞാനും അപ്പനും തമ്മിൽ തീർത്തോളാം. എനിക്ക് വേണ്ടി ഒരു ക്രിസ്തു ഉണ്ട്, എന്നെ രക്ഷിക്കുന്ന ഒരു യേശുവുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഫാദർ, ഐ ക്യാൻ ഫീൽ ദ ലവ് ഓഫ് ദാറ്റ് ഫാദർ, love of the Father flowing into the hearts of all those who are watching. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണാൻ പോകുന്നവരും ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ കർത്താവേ, അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം നിറയണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഓരോരുത്തരെയും ഐ ക്യാൻ ഫീൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടച്ചിങ് ലൈഫ്സ്. I can feel the love pouring out into lives like never ever before. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായി സ്തോത്രം, അങ്ങയുടെ blessed be the name of Jesus Christ. Draw me nearer to you, Lord. പരിശുദ്ധാത്മാവേ, ആ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, ആ ഇന്നർ ചേംബറിലേക്ക് ഓരോ ദിവസവും നീ എന്നെ വലിച്ചുകൊണ്ടിരിക്കുക. ദ ലവ് ഓഫ് ഗോഡ് ഈസ് പുള്ളിങ് മീ ടു ഹിം. താങ്ക് യു മൈ ജീസസ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇറ്റ് ഈസ് ഗ്ലോറിയസ്. ഇത് നശിക്കുന്നവർക്ക് ഭോക്ഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവശക്തിയാണ്. ഇത് കേൾക്കുന്നവർക്ക് ചിലർക്ക് ഇതെല്ലാം ഭോഷത്വമാണ് പ്രിയമുള്ളവരെ. ആൻഡ് വി ഫീൽ പിറ്റി. കാര്യം അവരുടെ കണ്ണൊന്ന് തുറക്കുമായിരുന്നെങ്കിലോ ഇതിൻ്റെ മാധുര്യം അവർക്ക് മനസ്സിലായത്. ക്രിസ്തു യേശുവിനുള്ള ജീവിതം ചെറിയ ജീവിതമല്ല. ഞാനിവിടെ ഇന്ന് അവസാനിച്ചെടുത്ത് നാളെ തുടങ്ങുവാൻ ആഗ്രഹിക്കുക. റോമർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം ഒരാഴ്ച മുമ്പ് മുതൽ ഞാൻ തുടങ്ങാൻ വിചാരിച്ചതാണ്. ഇന്ന് വരെയും തുടങ്ങാൻ്റെ ആദ്യത്തെ ഭാഗം. And then you will see the walk of the Holy Spirit. So God bless you. God bless you. ഈ ദിവസങ്ങളിൽ നമ്മുടെ സെഷൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്. ബട്ട് ജയമോൻ ബ്രദർ പറഞ്ഞ പോലെ ഈ 1.5 മണിക്കൂറിന് എന്തിനാണ് നിന്നേ? ഒരു 3 മണിക്കൂർ പോകാൻ മേലെ. I stop when the Holy Spirit ഈ ദൈവ തേജസ് ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നത് എനിക്കറിയാം. അത് സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്നറിയാം, വിച്ച് മീൻസ് സ്റ്റോപ്പ്, റിലീസ് ഇറ്റ്. പറഞ്ഞത് മുഴുവൻ റിലീസ് ചെയ്യാനാണ് കർത്താവ് ആ സമയം. സോ ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും അനുഗ്രഹം. നിങ്ങൾ കർഷകരെ മറക്കരുത്, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലിരിക്കുകയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്ലോറിയസ്. ബിലീവ് മീ. താക്കോലുകൾ തരും എന്ന് കർത്താവ് പറഞ്ഞപ്പം മർമ്മങ്ങൾ, മിസ്റ്ററീസ് കർത്താവ് തുറക്കാം. I am amazed. So thank you, Pradesh brother, Srija sister, thank you. Bless you. Shabin Joy, Reggie brother, bless you. Reggie brother കാരണമാണ് നമ്മൾ ഹാർവെസ്റ്റിൽ ലൈവിലോട്ട് ഇന്ന് പോകാൻ പോകുന്നത്. ബ്ലെസ് യു ഫോർ ഓൾ ദി ഐഡിയാസ്. ഞങ്ങളുടെ കൂടെയുള്ള ഗവർണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. ബ്ലെസ് യു, ബിജോയ്, all of you. Sunita, Shaju, Saji from Delhi, everyone. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. Keep reading the word of God. Be blessed.